വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വചനം ജഡമായി തീർന്ന ആ കർത്താവിനെ തന്നെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവി, യേശുവി, അതേ കർത്താവി, അൻപാർന്ന പരൻ ഈ ഉലകിൽ ഞങ്ങളെ ചേർക്കുവാനായിട്ട് വേഗം വരും. ഞങ്ങളുടെ പാടുകളെല്ലാം അന്ന് മാറും എന്ന അവിടുത്തെ പാടുകൾ കർത്താവി, അണിപ്പഴുതുള്ള അവിടുത്തെ കരങ്ങളും കാലുകളും പിലാവിലെ പാടും എല്ലാം ശേഷിച്ചുകൊണ്ട് കർത്താവി, ഞങ്ങളുടെ പാടുകളെല്ലാം നീക്കാനായിട്ട് വരുന്ന ആ സ്വർഗീയനാഥനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ഒരിക്കൽ കൂടെ കഴുകിയാട്ടെ. അതെ കർത്താവെ, ആ വേദനയിലെ മറിയം തിരഞ്ഞെടുത്ത നല്ല അംശം അങ്ങേ കേട്ടുകൊണ്ടിരിക്കാനുള്ള ആ ഒരു ഭാഗ്യ പദവി കർത്താവെ, ആത്മാവിലെ കർത്താവ് ഞങ്ങൾ ഇടയന്റെ ശബ്ദത്തെ കേൾക്കുവാൻ മറിയേന്ന് വിളിച്ചപ്പോ ആ കർത്താവെ മഗ്ദലക്കാരി മറിയത്തിന് യേശുവിനെ തിരിച്ചറിയാൻ സാധിച്ചതുപോലെ കർത്താവെ, അവിടുത്തെ ആ ആർദ്രതയുള്ള സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ നിറകുടമായിട്ടുള്ള കർത്താവെ, അവിടുത്തെ ആ ശബ്ദം, ആ കാർക്കശ്യത്തിന്റെ ഗാംഭീര്യത്തിന്റെ കർത്താവെ, അതിന്റെ പ്രതിസ്മരണമായിട്ടുള്ള അവിടുത്തെ ആ ശബ്ദം കർത്താവെ, ഞങ്ങളുടെ ആത്മാവിൽ ഞങ്ങളുടെ ഓമന പേര് ചൊല്ലി വിളിക്കുന്നത് കേൾപ്പാൻ, എന്റെ മകനെ എന്റെ മകളെ എന്ന് വിളിക്കുന്ന അവിടുത്തെ ആ സ്നേഹത്തെ, അവിടുത്തെ ആ തീക്ഷ്ണതയെ കാണുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളത്തിനെ അവിടുത്തെ മുമ്പാകെ താഴ്ത്തി ഏൽപ്പിക്കുന്ന അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകിയാട്ടെ. ഇനിയും കർത്താവ് വന്നു ചേരുവാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും കൂട്ടിച്ചേർക്കണം. എല്ലാത്തിലും അവിടെ നാമത്തെ മുഹത്വപ്പെടുത്തണം. എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നമ്മള് വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ കുറെ നാളായിട്ട് ഇങ്ങനെ ഇരിക്കുവാണല്ലോ. അതായത് ഈ സമാഗമന കൂടാരം ഇന്ന് നമുക്ക് ഓഫ്കോഴ്സ് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്, പേടിക്കണ്ട. സമാഗമന കൂടാരം അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ആ മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഒക്കെ നീങ്ങുന്നിടം വരെ അവര് അവിടെ തന്നെ ആയിരുന്നു. ദൈവത്തിന്റെ ആ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രതീകമാണ് മേഘസ്തംഭവും അഗ്നിസ്തംഭവും. അത് പരിശുദ്ധാത്മാവിന്റെ ലീഡിങ്ങിന്റെ, പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ഗൈഡൻസിന്റെ ഒരു പ്രതീകമാണ്. അപ്പൊ ആ ഓരോ സമയത്തും അഗ്നിസ്തംഭവും മേഘസ്തംഭവും അത് നീങ്ങുന്നതിനനുസരിച്ച് മാത്രമേ ആ വിൽഡർനെസ്സില്, മരുഭൂമിയില് അവർക്ക് മുമ്പോട്ട് നീങ്ങുവാൻ സാധിക്കുകയുള്ളായിരുന്നു എന്ന് പറഞ്ഞതുപോലെ വചനം നമ്മൾ വായിക്കുമ്പോൾ ചിലയിടങ്ങളിൽ കുറച്ചുകൂടെ ആഴത്തില് ഈ ഖനിഗർഭങ്ങളൊക്കെ കുഴിക്കുന്നവരാണെങ്കിൽ അവര് എല്ലായിടത്തും ചെന്നങ്ങ് കുടിക്കത്തില്ല. ചിലയിടങ്ങളില് എണ്ണ, ഈ അടുത്തും എനിക്ക് തോന്നുന്നു ഉത്തർപ്രദേശിലോ ഇവിടെ കണ്ട് ഏതോ ഗംഗാ നദിയുടെ തീരത്തോ മറ്റോ ഈ എണ്ണയുടെ ഖനികളൊക്കെ എന്തൊക്കെയോ കണ്ടെത്തിയതായിട്ടൊക്കെ നമ്മള് വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോ അത് ഞാൻ പറഞ്ഞ പോർഷൻ ഇതാ, പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങളില്, പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന്റെ അവസാനം 34 മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഗംഗാ നദികളിലൊക്കെ അവിടേക്ക് ഈ എണ്ണയുടെ ഖനികളൊക്കെ കണ്ടെത്തി എന്ന് പറഞ്ഞതുപോലെ ONGS, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, അവരൊക്കെ എവിടൊക്കെ ഈ കാര്യങ്ങൾ, ഈ എണ്ണയോ പെട്രോളിയം ഉൽപ്പന്നങ്ങളോ ഒക്കെ ഉള്ളതെന്നുള്ള കാര്യങ്ങൾ അവര് പല ശാസ്ത്രീയമായ പല പരീക്ഷണങ്ങളിലൂടെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചിലയിടങ്ങളിലൊക്കെ ചെന്ന് അവര് കുഴിക്കും. ചിലയിടങ്ങളിൽ ആഴത്തില് കുഴിക്കും, ചിലയിടങ്ങളിൽ കുറച്ചുകൂടെ ആഴത്തിൽ കുഴിക്കും. അങ്ങനെ പലയിടങ്ങളിലും ആ ഒരു പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ ആ ഒരു ഖനിയും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ കോള്, കൽക്കരി, നമ്മളുടെ അവിടെ കോളാർ ഗോൾഡ് മൈൻ ഒക്കെ കർണാടകയിലുള്ളതുപോലെ സ്വർണം കുഴിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ, അത് നമ്മള് മമ്മട്ടി വെച്ച് 2 കള കളിച്ചാല് സ്വർണം കിട്ടത്തില്ല എന്ന് ആഴത്തിൽ കുഴിക്കുമ്പോഴാ ഇത് ചിലയിടങ്ങളിൽ എന്ന് പറയുന്നത് പോലെ നമ്മൾ ദൈവവചനം വായിക്കുമ്പോഴും ദൈവവചനം വായിക്കുമ്പോൾ അങ്ങ് ശരിയാണ്, ദൈവവചനം ഇതുവരെയും മൊത്തം വായിച്ചിട്ട് തീർത്തിട്ടില്ലാത്തവര് അതൊന്ന് ഓടിച്ചൊന്ന് വായിച്ച് കാര്യങ്ങളുടെ ഒരു ഓവറോൾ പിക്ചർ, ഒരു വിഹക വീക്ഷണം, ബേർഡ്സ് ഐ വ്യൂ ഒക്കെ കിട്ടുന്നത് നല്ലത് തന്നെ. നമ്മൾ ഒരു തവണയെങ്കിലും അങ്ങനെ വായിച്ചങ്ങ് തീർക്കണം. അപ്പൊ എന്നാൽ അതിനുശേഷം ഒരു തവണയെങ്കിലും ബൈബിള് വായിച്ച് തീർത്തതിന് ശേഷം പിന്നെ നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓടിച്ചങ്ങ് ചാപ്റ്റർ തീർക്കാൻ വേണ്ടി വായിച്ചിട്ട് കാര്യമില്ല. മറിച്ച് നമ്മള് കുറച്ചുകൂടെ ഓരോ കാര്യങ്ങളും, ഓരോ വരികൾ വായിക്കുമ്പോഴും അതിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണയ്ക്ക് അനുസരിച്ച് അതിനെ കൂടുതൽ ധ്യാനിക്കാനും അതിനോട് ചേർന്നുള്ള വചനങ്ങൾ പലയിടങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുമ്പോൾ നമ്മൾ ആത്മീയമായിട്ട് സമ്പന്നരാകും. ആത്മാവിൽ ദരിദ്രരായിരിക്കണം, അപ്പോഴാണ് നമ്മൾ ആത്മീയമായിട്ട് സമ്പന്നരാകുന്നത്. ആത്മാവിൽ ദരിദ്രരായിരിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ആവശ്യബോധം, നമുക്ക് കർത്താവേ എത്രമാത്രം ഞാൻ ക്രിസ്തുവിനെ പോലെ അല്ല
എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചൊരു ബോധത്തോടെ നമ്മുടെ അവയർനെസ് ഓഫ് അവർ ഓൺ നീഡ് എന്ന് സാഗ്ബറി നമ്മൾ സിമ്പിൾ ആയിട്ട് പോവർട്ടി ഇൻ സ്പിരിറ്റ് ഇസ് അവയർനെസ് ഓഫ് അവർ ഓൺ നീഡ്, നമ്മളുടെ തന്നെ ആവശ്യത്തെക്കുറിച്ച്, ആത്മീയ ആവശ്യത്തെക്കുറിച്ചുള്ള ഒരു അവബോധം, അതാ പോവർട്ടി ഓഫ് സ്പിരിറ്റ്. അതോടെ നമ്മളായിരിക്കുമ്പോൾ പരിശുദ്ധാത്മ നമുക്ക് വചനത്തിന്റെ ആ ഖനികളെ നമുക്ക് കാണിച്ചു തരുമ്പോൾ അവിടെ നമുക്ക് ആ വചനമാകുന്ന കണ്ണാടിയിൽ യേശുവിന്റെ സ്വരൂപത്തെ നമ്മൾ അധികമായിട്ട് കാണുമ്പോൾ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ എന്താ കണ്ടത്, രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ട് യേശുവിനോട് കൂടെ വാഴുന്ന ഒരു കാര്യം. ഇന്ന് രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ട്, രാജകീയ പുരോഹിത വർഗമായിട്ട് കർത്താവിന്റെ കൂടെ നമ്മൾ ആത്മാവിന്റെ തലത്തിൽ വാഴുന്നവരാണെങ്കിൽ അന്നും അതിന്റെ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും സഹസ്രാബ്ദ വാഴ്ചയിലും കർത്താവിനോട് കൂടെ ഇരുന്ന് സിംഹാസനങ്ങളിലെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ട് നമ്മൾ വെളിപാട് 20-4-6 വാക്യങ്ങളിൽ കണ്ടതുപോലെ നമ്മൾ വാഴുന്നത്. ഞാനിപ്പോ ആ പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൽ ആ പോർഷൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ ലീഡിങ് അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന ആത്മാവിൽ നടത്തപ്പെടുന്ന ഒരു ജീവിതം. നമ്മുടെ ബൈബിൾ സ്റ്റഡി ഞാൻ അതിനോടൊന്ന് ഉപമിച്ചതാ. ചില വചനങ്ങൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാലേ യുനോ അതുപോലെ കുറച്ചുകൂടെ ഒരു ആഴത്തിലേക്ക് നമ്മൾ ഇന്ന് ഇറങ്ങി കുഴിക്കേണ്ടതായിട്ടുണ്ട്. ചില വചനങ്ങൾ നമ്മൾ കുറച്ചുകൂടെ നമ്മളങ്ങ് പോകുന്നു, കുറച്ചുകൂടെ ചിലപ്പം പിന്നീട് ഒരു അവസരത്തിലായിരിക്കും ദൈവം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു അവബോധം കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പം നമ്മൾ പുറപ്പാട് പുസ്തകം 40 അവസാനത്തെ വാക്യങ്ങൾ വെളിപാട് പുസ്തകത്തിലേക്ക് വരാം. വെളിപാടിൽ നിന്ന് പുറപ്പാടിലേക്ക് ഒരുപാട് ദൂരം ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ വെളിപ്പാടിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ പുറപ്പാടിന്റെ 40-ാം അധ്യായം, അതിന്റെ അവസാനത്തെ അധ്യായത്തിന്റെ അതിന്റെ 34 മുതൽ 38 വരെയുള്ള അവസാനത്തെ ആ 5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്താ നമ്മളവിടെ കാണുന്നത്? അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി. അവിടെ മോശ ദൈവം പറഞ്ഞതുപോലെ എല്ലാം ചെയ്തപ്പോ, ജസ്റ്റ് ആസ് ദ ലോർഡ് ഹാസ് കമാൻഡഡ് മോസസ്, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ എന്ന് 18ഓളം പ്രാവശ്യം അവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഒരു തവണ അങ്ങ് പറഞ്ഞാൽ പോരെ, എന്നാൽ 18ഓളം തവണ അത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താ? അത്രമാത്രം മോശ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ, സ്വന്തം ബുദ്ധി ഉപയോഗിച്ചു, പക്ഷെ ബുദ്ധിയിൽ ആശ്രയിക്കാതെ, ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കണം. നമുക്ക് കോമൺ സെൻസും നമുക്ക് യുക്തിചിന്തയും നമ്മളുടെ ബുദ്ധിയും കഴിവെല്ലാം നമുക്ക് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ അതിനെ ആശ്രയിക്കരുത്. ഡു നോട്ട് ലീൻ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങളുടെ ബുദ്ധിയിൽ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സ്വന്തം വിവേകം ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് വിവേകം തന്നിരിക്കുന്ന സാത്താനല്ല, നമുക്ക് കോമൺ സെൻസ് തന്നിരിക്കുന്ന സാത്താനല്ല, മറിച്ച് ദൈവം തന്നെ. അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കണം തീർച്ചയായിട്ടും. നമ്മളുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ, ആത്മീയമായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രഹിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ദൈവം നമുക്ക് തന്നിട്ടുള്ള ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നു തീർച്ചയായിട്ടും. അതിനെ നമ്മൾ തീർത്തും മാറ്റിവെക്കുകയല്ല. എന്നാൽ അതിലല്ല നമ്മുടെ ആശ്രയം. ഡു നോട്ട് ലീൻ ഓൺ യുവർ അണ്ടർസ്റ്റാൻഡിങ്. മോശ ഇപ്പൊ സ്വന്തം ബുദ്ധിയിൽ, മോശയ്ക്ക് അവിടെ ഫറവോന്റെ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ, അന്നത്തെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് യൂണിവേഴ്സിറ്റി, ഇപ്പൊ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, ഹാർവർഡ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ അന്നത്തെ ലോകത്തെ ഏറ്റവും പ്രബലമായ രാജ്യമായിരുന്നു. ഇന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, USA, അമേരിക്കയൊക്കെ ഏറ്റവും പ്രബലമായ രാജ്യം എന്ന് പറയുന്നത് പോലെ അന്ന് ഏറ്റവും പ്രബലമായ രാജ്യം, മോശയുടെ സമയത്ത് ഏറ്റവും പ്രബലമായ രാജ്യം ഏതായിരുന്നു? അന്നത്തെ സൂപ്പർ പവർ ആയിരുന്നു മിസ്രൈം അല്ലെങ്കിൽ ഈജിപ്റ്റ്. ആ ഈജിപ്തിന്റെ അന്നത്തെ വലിയ വിദ്യാഭ്യാസത്തിൽ അഗ്രഗണ്യനായിരുന്നു ആര്? മോശ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 7-ാം അധ്യായത്തിലൊക്കെ സ്റ്റീഫൻ ആ കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ വലിയ അഗ്രഗണ്യനായിരുന്നു മോശ. പക്ഷേ മോശ ദൈവത്തിന് അതുപോലെ ഉടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. മോശ 40 വയസ്സിൽ ഈ സമാഗമന കൂടാരം പണിയാൻ ഏൽപ്പിച്ചായിരുന്നെങ്കിൽ ഞാൻ ഏറ്റു കർത്താവേ എന്ന് പറഞ്ഞ മോശ വലിയൊരു പാലസ് മാതിരി വലിയൊരു കൊട്ടാരമൊക്കെ മണിമാളികയൊക്കെ പണിത് ദൈവം ഇവിടെ വന്ന് വസിച്ചു എന്ന് പറയുമ്പോൾ കർത്താവ് മൈൻഡ് ചെയ്ത് അങ്ങ് പോകേണ്ടത്. എന്നു വെച്ചാൽ നിന്റെ ജ്ഞാനം ഉപയോഗിച്ച് നീ പണിത് എന്ന് കാര്യമല്ലേ എന്ന്. സമാഗമന കൂടാരം വളരെ സിമ്പിൾ ആയിട്ടൊരു സ്ട്രക്ചറാ. അതിന്റെ അളവുകളെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. എന്നാൽ മോശ തന്റെ ജ്ഞാനത്തിൽ ഊന്നാതെ മോശ ദൈവം പറഞ്ഞതുപോലെ തന്നെ അങ്ങ് ചെയ്തു. അതാണ് നമ്മൾ മോസസ് ഡിഡ്. അതിന്റെ ആ പുറപ്പാട് 40:16 നോക്കുവാണെങ്കിൽ മോശ അങ്ങനെ ചെയ്തു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും അവൻ ചെയ്തു. പിന്നെ അതിന്റെ 19-ാമത്തെ വാക്യത്തിന് അവസാനം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. പിന്നെ അതിന്റെ 21-ാമത്തെ വാക്യത്തില് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. പിന്നെ 23-ാമത്തെ വാക്യത്തില് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. പിന്നെ അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ, 27-ാമത്തെ വാക്യത്തിൽ, 29-ാമത്തെ വാക്യത്തില്, 32-ാമത്തെ വാക്യത്തില് എല്ലാം വീണ്ടും എഴുതിയിരിക്കുന്ന യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. ഇതിന് തൊട്ട് മുമ്പ് നോക്കുവാണെങ്കിലും ഇവൻ 39-ാം അധ്യായം പുറപ്പാട് 39:43 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ, മോശ പണിയൊക്കെയും നോക്കി യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ അവർ അത് ചെയ്തു തീർത്തിരുന്നു എന്ന് കണ്ടു. അപ്പൊ മോശ
ബാക്കിയുള്ളവരാ ഇത് പണിയുന്നേ. അപ്പൊ അതെല്ലാം മോശം എല്ലാം മേൽനോട്ടമൊക്കെ വഹിച്ച് അതുപോലെ കറക്റ്റായിട്ട് ദൈവം പറഞ്ഞ പോലെ അളവ് പോലെ ദൈവം പറഞ്ഞതുപോലെ നമ്മളുടെ സ്വയബുദ്ധിയൊന്നും കൂട്ടിച്ചേർക്കാതെ അതുപോലെ ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പാക്കി എന്നുള്ളൊരു കാര്യമാണ്. എക്സാമിൻഡ് ഓൾ ദ വർക്ക് എന്ന് പറഞ്ഞു. അത് നമ്മള് മോശ അവരെ അനുഗ്രഹിച്ചു എന്നൊക്കെ 43-ാമത്തെ വാക്യം. അതിന്റെ തൊട്ട് മുമ്പേ 32-ാമത്തെ വാക്യത്തിലും മോസസ് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ഈവൻ അതിന്റെ 31-ാമത്തെ വാക്യം 39-ന്റെ 31 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ വചനത്തില് ദൈവവിശ്വാസിയുമായ ദൈവത്തിന്റെ ശ്വാസമുള്ള ഈ വചനത്തിൽ ഇത്രയും പ്രാവശ്യം ഇതെല്ലാം ആവർത്തിച്ച് പറയുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മൾ അങ്ങ് കീഴടങ്ങുമ്പോൾ അവിടെ എന്ത് പറ്റും? നമ്മൾ 34-ാമത്തെ വാക്യം പുറപ്പാട് 40-ാം അധ്യായത്തിന്റെ പുറപ്പാട് അവസാനത്തെ അധ്യായം 40-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് വെച്ചാല് നമ്മള് വചനം എന്താണ് പറയുന്നത്, വചനം ദൈവാത്മാവിന്റെ ലീഡിങ്, വചനം വായിക്കുന്നത് ധ്യാനിക്കുന്നത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യവും ദൈവാത്മാവിന്റെ ആ ഒരു ഗൈഡൻസ് ലീഡിങ് അനുസരിച്ച് വേണം പോകാൻ എന്നുള്ളൊരു കാര്യം പറഞ്ഞു വരിക. അപ്പം അതാ ഞാൻ ഈ പറയുന്നത് 34-ാമത്തെ വാക്യം. അപ്പോൾ മേഘം ദൈവത്തിന്റെ ആ ഒരു തേജസ്സിനെ സൂചിപ്പിക്കുന്ന ആ ഒരു ദ ക്ലൗഡ് കവേർഡ് ദ ടെന്റ് ഓഫ് മീറ്റിംഗ്. മേഘം സമാഗമന കൂടാരത്തെ മൂടി യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. ആ തിരുനിവാസം അല്ലെങ്കിൽ സമാഗമന കൂടാരം, ടാബർനാക്കിൾ, അതിനെ നിറച്ചു. അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നാം കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് കർത്താവിന്റെ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ടും അങ്ങ് പ്രത്യേകമായിട്ട് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒന്ന് നിറയും. അല്ലാതെ നമ്മൾ ഇനിയിപ്പം എത്രയൊക്കെ കൈകാലിട്ടടിച്ചാലും എത്ര തുള്ളിച്ചാടിയാലും എത്ര ഹല്ലി ഹല്ലി ഹലി ഹല്ലി 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 എന്ന 1000 പ്രാവശ്യം പറഞ്ഞാലും നാവ് കിടക്കുന്നുള്ളതല്ലാതെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒന്നും നിറയത്തില്ല. മറിച്ച് നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഒരു വട്ടപൂജ്യമായിട്ട് താഴ്ത്തി സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി കർത്താവിന് നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി ഏൽപ്പിക്കുന്ന ആ നിമിഷഗണത്തിൽ തന്നെ പരിശുദ്ധാത്മ നമ്മളുടെ ഒന്നും നിറയും. അല്ലാതെ നമ്മള് ഇന്ന് പെന്തക്കോസ്ത് കരിസ്മാറ്റിക് സഹോദരങ്ങളൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ചില മീറ്റിങ്ങുകളിൽ ചെന്നാൽ നിങ്ങൾക്ക് അഭിഷേകം കിട്ടും, നിങ്ങൾ ഇത്ര തവണ തുള്ളിച്ചാടി ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും വായി തോന്നിയൊക്കെ അങ്ങ് പറഞ്ഞു, വായി വരുന്നതൊക്കെ അങ്ങ് പറയുമ്പോൾ അത് അന്യഭാഷയായിട്ട് തീരും എന്നൊക്കെ പറയുന്നത്, അതൊക്കെ അങ്ങനെയുള്ള വ്യാജമായിട്ടുള്ള ഇമോഷണൽ ബാപ്റ്റിസം ഇൻ ദ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ബാപ്റ്റിസം ഓഫ് ബാപ്റ്റിസം ഇൻ ദ സോൾ എന്ന് സാഗ്ബർ പറയുന്നത് പോലെ എന്ന് വെച്ചാൽ ദേഹിയുടെ തലത്തിലുള്ള ഒരു അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ദേഹിയിലുള്ള ഇമോഷൻസിനെ സ്റ്റെയറപ്പ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പലരും പരിശുദ്ധാത്മാവിന് നിറവായിട്ട് അങ്ങ് തിരിച്ചിരിക്കുക. എന്നാൽ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഭാഷകൾ യഥാർത്ഥത്തിലുള്ള അന്യഭാഷയുണ്ട്. എന്നാൽ ഇന്ന് ഒരുപാട് വ്യാജാനുകരണങ്ങൾ ഉള്ളതായിട്ട് പോലീസ് പിടിച്ച കള്ളനും അന്യഭാഷ പറഞ്ഞുകൊണ്ടാ പ്രാർത്ഥിച്ച് വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ നിങ്ങളൊക്കെ കണ്ടു കാണുക. അപ്പൊ അതുപോലെയൊക്കെയുള്ള പല തരത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇങ്ങനെ കേട്ട് പഠിച്ച് ഈ അന്യഭാഷ പഠിക്കാനും കണ്ടുള്ള പുസ്തകമൊക്കെ ആരോ ഇറക്കിയെന്നും ഏതാണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരെയുള്ള വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം എന്നാൽ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മ നമ്മളിൽ എപ്പോഴാണ് അറിയുന്നത്? ദൈവത്തിന്റെ വചനപ്രകാരം നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് നാം കർത്താവിനും താഴ്ത്തി 0 ആയിട്ട് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന ആ നിമിഷഗണത്തില് പരിശുദ്ധാത്മ നമ്മളുടെ ഒന്നും നിറയും. പരിശുദ്ധാത്മ നിറയാതിരിക്കാൻ ഒക്കത്തില്ല. എന്നുവെച്ചാൽ യേശുവിനെ മഗ്ദലക്കാരത്തി മറിയത്തിന് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ ഒക്കത്തില്ല എന്ന് പറയുന്നത് പോലെ മഗ്ദലക്കാരത്തി മറിയത്തിന് വേറെ ഒരു ആശ്രയമില്ലായിരുന്നു, കർത്താവിനെ കണ്ടാലേ മതിയാവുള്ളൂ, അതുകൊണ്ട് യേശുവിന് പ്രത്യക്ഷപ്പെട്ടേ ഒക്കെയുള്ളൂ എന്ന് നമ്മൾ അവിടെ യോഹന്നാൻ 20 നമ്മൾ കണ്ടതുപോലെ അതുപോലൊരു മുറുക്കത്തോടെ വിശ്വാസത്തോടെ ദാഹത്തോടെ നമ്മെ തന്നെ താഴ്ത്തുന്ന ആ നിമിഷഗണത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളൊന്ന് പറഞ്ഞാലേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പ്രമാണം അതാണ്. എന്താ? ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. കൃപയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൃപയാണെന്ന് പറയുന്ന, ഞാനതിനെ തെളിയിക്കാൻ വേണ്ടി ഞാൻ അത് വാക്യങ്ങളിലേക്ക് പോയാലും ഇനിയിപ്പം അതിലേക്ക് നമ്മളങ്ങ് കൃപയുടെ ആത്മാവെന്നാണ് പരിശുദ്ധാത്മാവിനെ സെഖര്യാവ് 12:10 എബ്രായർ 10:29 ഒക്കെ പറയുന്നത്. കൃപയുടെ ആത്മാവ്, കൃപയെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് ഉപമിച്ചിട്ടുള്ളതായിട്ട് 2 കൊരിന്ത്യർ 12:9 നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൃപ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെന്നുള്ള കാര്യം, നമ്മളുടെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെന്ന് എബ്രായർ 13:9 എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ, ഞാൻ ആ വാക്യത്തിന്റെ റെഫറൻസ് ഒക്കെ ഞാനങ്ങ് പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ നമ്മളതൊക്കെ പണ്ട് മുതൽ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുള്ള റെഫറൻസസ് ഒക്കെയാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളെ തന്നെ സമർപ്പിക്കും. ആ പരിശുദ്ധാത്മാവിന്റെ ലീഡിങ്ങിനെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതാ എന്റെ തൊട്ട് താഴെ പുറപ്പാട് 40-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം. മേഘ സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തിൽ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കിടക്കാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് എന്താ വായിക്കുന്നത്? മോശയ്ക്ക് അകത്ത് കിടക്കാൻ പോലും കഴിഞ്ഞില്ല. അത്രമാത്രം ദൈവത്തിന്റെ തേജസ് ഒന്നങ്ങ് നിറയുക. ഈ മേഘം വന്ന് നിറഞ്ഞു, തേജസ് വന്ന് നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട്
മേഘം തിരുനിവാസത്തിന്മേൽ അധിവസിക്കുക, സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും സമാഗമന കൂടാരം ടെന്റ് ഓഫ് മീറ്റിംഗിന്റെ മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ ആ ടാബർനാക്കിളിനെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കിടക്കാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിന്മേൽ ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഈ തിരുനിവാസം അല്ലെങ്കിൽ ഈ ടെന്റ് ഓഫ് മീറ്റിംഗ്, ഈ സമാഗമന കൂടാരം അതൊരു പോർട്ടബിൾ സാങ്ച്വറി ആയിരുന്നു. അത് പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലെ, നമ്മളുടെ ഫർണിച്ചറൊക്കെ പോർട്ടബിൾ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകാൻ ഒക്കുന്ന, ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടേഴ്സിനെ കുറിച്ച് പറയല്ലേ, ഭാരമൊക്കെ ചുമന്ന് നമ്മുടെ പെട്ടികളൊക്കെ അവരെടുത്ത്, അത് പോർട്ടേഴ്സ് എന്ന് പറയുന്ന പോലെ പോർട്ടബിൾ സാങ്ച്വറി. അപ്പൊ പോർട്ടബിൾ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു അവിടെ ആ മരുഭൂ പ്രയാണത്തിൽ. ഇത് കൊണ്ട് വേണം അവര് മുമ്പോട്ട് നീങ്ങാൻ. അപ്പൊ അങ്ങനെ ഇസ്രായേൽ മക്കൾ എപ്പോഴാണ് യാത്ര പുറപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, മേഘം തിരുനിവാസത്തിൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. ആ മേഘം പോകുന്ന അതേ ഡയറക്ഷനിൽ പോകും. അത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഗൈഡൻസിന്റെ ഒരു പിക്ചറാണ് ഈ മേഘസ്തംഭം. പില്ലർ ഓഫ് ക്ലൗഡ് ആൻഡ് പില്ലർ ഓഫ് ഫയർ. പില്ലർ ഓഫ് ക്ലൗഡ് മേഘസ്തംഭം, പകൽ സമയത്ത് അവർക്കൊരു തണലായിരുന്നു, രാത്രിയിൽ അഗ്നിസ്തംഭം, പില്ലർ ഓഫ് ഫയർ, അവർക്ക് വെളിച്ചമായിരുന്നു, അത് കാട്ടുമൃഗങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു സംരക്ഷണമായിരുന്നു. അഗ്നിസ്തംഭം അല്ലെങ്കിൽ അഗ്നിത്തൂണം. അപ്പൊ അതാ മേഘം ഉയരാതിരുന്നാൽ, 37ാമത്തെ വാക്യം, മേഘം ഉയരാതിരുന്നാൽ അത് ഉയരുന്നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും എന്ന് പറഞ്ഞതുപോലെ മേഘം ഉയരാതിരിക്കുന്നത്. നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ ഞാൻ അത് എക്സാമ്പിൾ പറഞ്ഞത്, ചില വചനങ്ങള് മേഘം ഒന്നും ഉയരുന്നില്ല, ഈ വചനം തന്നെ കുറച്ചുകൂടെ ആഴത്തിൽ കുഴിച്ചാലേ കുറച്ച് സ്വർണ്ണ ഖനികളൊക്കെ കണ്ടെത്തണം എന്ന് പറയുന്നത് പോലെ നമ്മളുടെ പേഴ്സണൽ മെഡിറ്റേഷനിലൊക്കെ അങ്ങനെ നമ്മൾ വചനത്തെ ആഴത്തിൽ കുഴിക്കേണ്ട. മേഘം ഉയരാതിരുന്ന ദൈവം കുറച്ചുകൂടെ അത് ആഴത്തിലൊന്ന് ധ്യാനിക്കാനും, കുറച്ചുകൂടെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ചില പോർഷൻസ് വായിക്കാനും ധ്യാനിക്കാനും, അതിനെക്കുറിച്ച് വേറെ എന്താ പറയുന്നത്, അതിന്റെ നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് ഇന്ന് എന്തൊക്കെയാ അത് പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി, അപ്പോഴാ ചിലപ്പോൾ ദൈവം അതിലൂടെ ആയിരിക്കും ചില വെളിപ്പാടുകള്, ചില കർത്താവിനെ കുറിച്ച് തന്നെയുള്ള ചില വെളിപ്പാടുകളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ വചനം ആഴത്തിൽ കുഴിക്കുമ്പോഴായിരിക്കും നമുക്ക് ഇതായിരുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത് എന്റെ ജീവിതത്തിൽ അത് അത്രമാത്രം വേണ്ട ഒരു കാര്യമാണെന്നുള്ളൊരു കാര്യം. അപ്പൊ അങ്ങനെ അതാ നിന്റെ നെറ്റിയുടെ വിയർപ്പ് കൊണ്ട് അപ്പം തിന്നുമെന്ന് അത് ശാപത്തിന്റെ ഭാഗമായിട്ട് ആദാമിനോട് പറയുമ്പോൾ, ഇന്ന് ദൈവവചനത്തിലും നമ്മുടെ സ്വയത്തിലുള്ള ഒരു അധ്വാനമല്ല, ഇന്ന് ആത്മാവിലുള്ള ഒരു അധ്വാനം എന്ന് വെച്ചാല് സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക എന്ന് നമ്മള് എബ്രായർ 4:11 കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ നമ്മുടെ ഒരു ഒരു ഉത്സാഹത്തോടെ ദൈവത്തിന്റെ ആത്മാവ് പ്രേരണയ്ക്ക് അനുസരിച്ചായിരിക്കുമ്പോൾ മേഘം ഉയരാതിരുന്നാൽ അത് ഉയരുന്നാൾ വരെ അവർ യാത്ര പുറപ്പാടായിരിക്കും. എല്ലാവരും പെട്ടിയും പ്രമാണമൊക്കെ കൊണ്ട് അവിടെ തന്നെ ഇരുന്നു, മേഘം ഉയരുന്നതും കാത്തിരിക്കാം എന്ന് പറയും മോശ. അത് കഴിഞ്ഞിട്ട് 38ാമത്തെ വക, ഇസ്രായേലിയരുടെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാണുക പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. അത് അഗ്നിസ്തംഭവും മേഘസ്തംഭവും എന്നൊക്കെ നമ്മൾ പറയുന്നത്, പില്ലർ ഓഫ് ഫയർ, പില്ലർ ഓഫ് ക്ലൗഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. യെശയ്യാവിന്റെ പുസ്തകത്തിലും ഈ പരിശുദ്ധാത്മാവാണ് അവരെ കനാന്യ ദേശത്തിലേക്ക് ഗൈഡ് ചെയ്യുന്നുള്ള രീതിയിലുള്ള വാക്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ആ മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഒക്കെ പരിശുദ്ധാത്മാവിന്റെ ഒരു ലീഡിങ്ങിന്റെ, പരിശുദ്ധാത്മാവിന്റെ ഒരു ഗൈഡൻസിന്റെ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശത്തിന്റെ ഒരു പിക്ചർ, ഒരു ചിത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതെ, നമുക്ക് തിരിച്ച് വെളിപാട് പുസ്തകം 20ാം അധ്യായത്തിലേക്ക് വരുന്നു. വെളിപാട് പുസ്തകം 20ാം അധ്യായത്തിന് 5-6 വാക്യങ്ങൾ നമ്മൾ അന്തിമവിജയം പുസ്തകത്തിൽ വായിച്ചിട്ട് അതിന്റെ കറസ്പോണ്ടിങ് പോർഷനിലുള്ള വചനത്തിന്റെ റെഫറൻസസ് ഒക്കെ നമ്മൾ കാണുമായിരുന്നു. 5-6 വാക്യങ്ങൾ നമ്മൾ വായിച്ച് രാജാക്കന്മാരും പുരോഹിതന്മാരും എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ നമ്മൾ രാജാവായിട്ട് കർത്താവിന്റെ കൂടെ ആത്മാവിൽ വാഴുന്ന എന്നുള്ള കാര്യവും, പുരോഹിതന്മാരുടെ ശുശ്രൂഷ എന്താണ് പുതിയ നിയമത്തില്, പഴയ നിയമത്തിൽ തന്നെ എന്തായിരുന്നു ശുശ്രൂഷ, അപ്പൊ പുതിയ നിയമത്തിൽ എത്ര വലിയൊരു ശുശ്രൂഷയാണ്, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ് നമുക്കുള്ളത്. നമ്മുടെ മഹാപുരോഹിതനായിട്ട് കർത്താവുണ്ട്. രാജാക്കന്മാരും പുരോഹിതന്മാരും അന്ന് പഴയ നിയമത്തിൽ ആർക്കും രാജാവും പുരോഹിതനുമായിട്ട് ഒരു സമയത്ത് ആയിരിക്കാൻ സാധിക്കില്ലായിരുന്നു. അതിനായിട്ട് ശ്രമിച്ച ഉസ്സിയാവും ശൗൽ രാജാവും ഒക്കെ ദൈവത്തിന്റെ ന്യായവിധിക്ക് ഇരയായി തീർന്ന കാര്യങ്ങളൊക്കെ നമ്മൾ 2 ദിനവൃത്താന്തം 26ാം അധ്യായത്തിൽ നിന്നും 1 ശമൂവേൽ 13ാം അധ്യായത്തിൽ നിന്നൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. എന്നാൽ ഇന്ന് നമുക്ക് രാജാവും പുരോഹിതന്മാരും, അന്ന് ഇസ്രായേലിലെ ആത്മസ്വപ്നം പോലും കാണാൻ പറ്റാത്ത അസംഭവ്യമായിരുന്ന ഒരു കാര്യം, ഇമ്പോസിബിൾ ആയിരുന്ന ഒരു കാര്യം ഇന്ന് നമുക്ക് ഒന്നും അല്ലാതിരിക്കുന്ന നമ്മൾ ഈ ഏഴകളും പാപികളും പ്രധാനിയായിട്ടുള്ള നമുക്ക് കർത്താവ് നമ്മളെ
രാജാക്കന്മാരായിട്ട് പുരോഹിതന്മാരുമായിട്ട് വിളിച്ചിരിക്കുന്നത്. എത്ര വലിയൊരു ഭാഗ്യപദവി! നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാമെല്ലാ പദവികളും അടിയാനും തിരിച്ചറിയുവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ പാട്ടിൽ പാടുന്ന പോലെ, എന്റെ പ്രാണസഖി യേശു എന്നുള്ള പാട്ടിൽ പാടിയതുപോലെ എത്ര വലിയ ഭാഗ്യപദവിയാണ് കർത്താവിന്റെ കൂടെ രാജാവായിട്ട് പുരോഹിതനായിട്ട് വാഴുന്നൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്നാം പുനരുത്ഥാനത്തെ കുറിച്ചുള്ള ചില വാക്യങ്ങളൊക്കെ നമ്മൾ യോഹന്നാൻ 5:29 പിന്നെ എബ്രായർ 11:35 നിങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ എഴുതി വെച്ചിട്ടുള്ള നോട്ട്സ് ഒക്കെ നോക്കുമ്പോൾ ആ വാക്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ലൂക്കോസ് 20:35 നമ്മൾ ആദ്യമോചന പുസ്തകത്തിൽ നിന്നുള്ള ആ വാക്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ എടുത്ത് നോക്കുകയൊക്കെ ചെയ്തു. ദാനിയേൽ 12:2 നമ്മൾ നോക്കി, ലൂക്കോസ് 14 നമ്മൾ നോക്കി, ഫിലിപ്പിയർ 3:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം. അപ്പൊ ആ പുനരുത്ഥാനം എല്ലാവർക്കും, എല്ലാ വിശ്വാസികളും, വിശ്വാസത്തിൽ അന്ത്യം വരെയും നിലനിൽക്കുന്നവര്, വിശ്വാസത്തിലും സ്നേഹത്തിലും ഒക്കെ അന്ത്യം വരെയും നിലനിൽക്കുന്നവര് രക്ഷ പ്രാപിക്കും. മത്തായി 24:12-13 വാക്യങ്ങളിൽ അന്ത്യം വരെ അവസാനത്തോളം പിടിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. നമ്മൾ ചിലപ്പോൾ മീറ്റിംഗ് ഒക്കെ നീണ്ടുപോകുമ്പോൾ ചിലരൊക്കെ അതിന് മുമ്പ് വിട്ടുപോകുമ്പോൾ നമ്മൾ തമാശക്ക് അറിയോ അവസാനത്തോളം പിടിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞതുപോലെ അതുപോലെ വിശ്വാസത്തിൽ അവസാനത്തോളം പിടിച്ചു നിൽക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത്. വീണ്ടും ജന്മം പ്രാപിച്ചു എന്നുള്ളത് കൊണ്ട് അവസാനം ദൈവരാജ്യത്തിൽ എല്ലാവരും കാണണമെന്നില്ല. വിശ്വാസത്തിൽ നിന്ന് വീണ്ടും പോകുന്നവരൊക്കെ അനേകരുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ അങ്ങനെ എന്നാൽ ഈ പുനരുത്ഥാനത്തിലും എല്ലാവർക്കും ഒരേ പുനരുത്ഥാനത്തിന്റെ തേജസ് ആയിരിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ 1 കൊരിന്ത്യർ 15:42 വാക്യമൊക്കെ നമ്മൾ കണ്ടു. അത് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒന്നുകൂടെ നമ്മൾ ആ കാര്യങ്ങൾ കണ്ടായിരുന്നു. പുനരുത്ഥാനത്തില് സൂര്യനും ചന്ദ്രനും ഒക്കെ നക്ഷത്രങ്ങൾക്കും ഒക്കെ വേറെ വേറെ തേജസ്, നക്ഷത്രങ്ങളും തമ്മിൽ തേജസ് ഡിഫറൻസ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ എല്ലാ വിശ്വാസികളും ഒരേ തേജസ്സോടുകൂടി ആയിരിക്കും പിതാവ് ഉയർത്തെഴുന്നേൽക്കുന്നത്. നമുക്ക് ദൈവം തന്നിട്ടുള്ള വെളിച്ചത്തിന് ഒത്തവണ്ണം നമ്മൾ എത്രമാത്രം ദൈവത്തോട് വിശ്വസ്തതായിരുന്നു. കൂടുതൽ കിട്ടിയവനോട് കൂടുതൽ ചോദിക്കും, കുറവ് കിട്ടിയവനോട് കുറവ് ചോദിക്കും. അപ്പൊ നമുക്ക് കിട്ടിയ താലന്തുകൾക്ക് അനുസരിച്ച് അതായത് 5 താലന്ത് കിട്ടിയ ആള് 10 താലന്താക്കി, 2 താലന്ത് കിട്ടിയ ആള് അത് 4 താലന്താക്കി. അപ്പൊ കിട്ടിയതിന് എത്തവണ്ണം വിശ്വസ്തതയ്ക്ക് അനുസരിച്ച് ആയിരിക്കും. എന്നാ 1 താലന്ത് കിട്ടിയവന് അവന് കുഴിച്ചിട്ടു. എന്നാ 1 താലന്ത് കിട്ടിയവനെ ആ 1 താലന്ത് ദൈവം 4 താലന്താക്കിയവനല്ല കൊടുക്കുന്നേ, 10 താലന്താക്കിയവനാ കൊടുക്കുന്നേ. അതിന്റെ കാരണം എന്താ? 10 താലന്ത് ഓൾറെഡി ഇല്ലേ, ഇനിയിപ്പോ ഈ 1 താലന്തും കൂടെ എന്ത് കർത്താവ് ഇത്ര പക്ഷഭേദം കാണിക്കുന്നേ? കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഈ ലോജിക്കായിട്ട് ചിന്തിച്ചുകൂടെ എന്നൊക്കെ നമ്മള് ചിലപ്പം ചിന്തിച്ചു കളയും. അത് എന്തുകൊണ്ടാ എന്ന് ചോദിച്ചാൽ മത്തായി 24 നമ്മൾ പോയാല്, നമ്മള് മത്തായി 25 പോയാ, മത്തായി 25 പോയാ എന്താ നമ്മളിവിടെ വായിക്കുന്നേ? അതിന്റെ 16 വാക്യത്തില് 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് 5 താലന്ത് സമ്പാദിച്ചു. 17 വാക്യം ഇത് സെയിം മാനർ എന്ന് പറയുന്നുണ്ട്, അങ്ങനെ തന്നെ എന്ന് പറയുന്നുണ്ട്. എന്നാ 5 താലന്ത് കിട്ടിയവനാണ് ഉടനെ തന്നെ, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് ഉടനായിട്ടുള്ള ഉടനടി ഉള്ളൊരു റെസ്പോൺസ്. ഇപ്പോ ക്ഷമിക്കാനാവട്ടെ, ക്ഷമ ചോദിക്കാനാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വയത്തിന് മരിക്കാനാവട്ടെ, ഉടനടി ദൈവത്തിന്റെ ആ ഒരു പ്രേരണയ്ക്കനുസരിച്ച് ദൈവം നമുക്ക് തന്നിട്ടുള്ള ചില താലന്തുകള് കർത്താവിനായിട്ട് വിനിയോഗിക്കുന്ന കാര്യത്തിലൊക്കെ ഉടനടി. മറ്റേതാണെങ്കിൽ 2 താലന്ത് കിട്ടിയ ആള് താമസിച്ചെന്ന് ഞാൻ പറയുന്നില്ല, അവണ്ണം തന്നെയെന്നാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഉടനടി നമുക്ക് മനസ്സിലാക്കാം. എന്നാ 5 താലന്ത് അവനാണ് നമ്മള് താഴോട്ട് നമ്മൾ വായിക്കുമ്പോ 28 വാക്യത്തില് ആ താലന്ത് അവന്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്ത് ഉള്ളവന് കൊടുക്കുക എന്ന് പറയുമ്പോ ഉടനെ എന്നുള്ള ഒരു വാക്ക്, ഇമീഡിയറ്റ്ലി എന്നുള്ള വാക്ക് 5 താലന്ത് കിട്ടിയവനോട് ചേർന്ന പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അവണ്ണം തന്നെ എന്ന് പറയുമ്പോൾ അവണ്ണം തന്നെ വ്യാപാരം ചെയ്തു എന്ന 5 താലന്ത് കിട്ടിയയാളുടെ അത്രയും ഉടനടി ആയിരുന്നോ, പ്രോംപ്റ്റ് ആയിരുന്നോ, ആദ്യഫലമായിരുന്നോ? ആദ്യഫലം എന്ന് പറഞ്ഞാൽ എന്താ? കൃഷിയില് ആദ്യം ഉണ്ടാകുന്ന നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിനും വളത്തിനും ആദ്യം പ്രതികരിച്ചുണ്ടാകുന്ന, അതിന് ആദ്യം റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാകുന്ന ഏറ്റവും നല്ല ക്രോപ്പാണ് ഫസ്റ്റ് ഫ്രൂട്ട്സ്, ആദ്യഫലം. പഴയ നിയമത്തിൽ ആദ്യഫല പെരുന്നാളൊക്കെ ഉണ്ടായിരുന്നതായിട്ടൊക്കെ, ആദ്യഫലം ദൈവത്തിനായിട്ട് കൊടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ ലേവ്യർ 23 നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആദ്യഫലം ഇന്ന് കർത്താവ് ആദ്യഫലമായിട്ട്, നമ്മളെ ആദ്യഫലമായിട്ടൊക്കെയാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പം എന്നാ എല്ലാ വിശ്വാസികളും ആദ്യഫലമായിട്ട് അങ്ങ് വിളവെടുക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ
നൂറുമേനി ഫലം കായ്ക്കുന്നവരാണ് ആദ്യഫലമായിട്ട് തീരുന്നത്, അവരാണ് കാന്തയായിട്ട് തീരുന്നത്. അതിലേക്കാണ് ദൈവം നമ്മൾ ഓരോരുത്തരെയും വിളിക്കുന്നത്. നമ്മളുടെ ചിലർ ചോദിക്കും, എന്റെ പഴയ ഇതുവരെയുള്ള ജീവിതത്തിൽ ഒത്തിരി വീഴ്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടായി, അപ്പൊ ഇനിയിപ്പോ എനിക്ക് ആദ്യഫലമാവാൻ ഒക്കും? തീർച്ചയായിട്ടും ഒക്കും. പൗലോസിന് എന്തെല്ലാം വീഴ്ചകളും താഴ്ചകളും ഉണ്ടായിരുന്നു. പൗലോസ് ആദ്യത്തെ 30 വർഷം ആൾക്കാരെയൊക്കെ കൊന്ന് കൊലവിളിച്ച് നടക്കുമായിരുന്നു. എന്തുവാ, ക്രിസ്ത്യാനികളെയൊക്കെ കൊന്നുകൊണ്ട് യുനോ തന്റെ തീക്ഷ്ണതയിലെ ആത്മാർത്ഥതയിലെ ചെയ്തത് എന്ന് പൗലോസ് ശൗലായിരുന്ന സമയത്ത് എന്തെല്ലാം ചെയ്തു കൂട്ടിയത്. എന്നാൽ അതിനുശേഷവും പൗലോസിന്റെ ജീവിതത്തില് ചില വീഴ്ചകളും കാര്യങ്ങളും ഒക്കെ പൗലോസ് ആദ്യം ബാധിച്ച കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നീട് തിമോഥസിനെ ചെന്ന് പരിച്ഛേദന ചെയ്യുന്ന കാര്യവും പിന്നെ മഹാപുരോഹിതനോട് കോപിക്കുന്ന കാര്യമൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം പൗലോസിന് വീഴ്ചകൾ ഇല്ലായിരുന്നു എന്നുള്ളതല്ല, പൗലോസ് നമ്മളെ പോലെ മനുഷ്യനായിരുന്നു, വീഴ്ചകൾ ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഞാൻ എന്റെ പോരാട്ടം തികച്ചു, ഞാൻ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഇങ്ങനെ എത്തി, എന്റെ നിര്യാണകാലമായി, കർത്താവ് എനിക്ക് തേജസ്സിന്റെ ജീവന്റെ കിരീടം, നീതിയുടെ കിരീടം വെച്ചിരിക്കുന്നു എന്ന് അവിടെ 2 തിമോഥെയോസ് 4:6-7 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പം പൗലോസ് തന്റെ ഓടി തികച്ചു, എനിക്ക് തന്ന ആ ഒരു താലന്തുകളെല്ലാം അതിനോട് ഉടനടി പ്രതികരിച്ച് അങ്ങ് എത്തി എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നമ്മളുടെ ഇഗ്നോറൻസിൽ, നമ്മളുടെ അറിയായ്മയുടെ കാലങ്ങളിൽ ഉള്ള പല കാര്യങ്ങളും കർത്താവ് അത് ഓവർലുക്ക് ചെയ്ത് അതിനെ അങ്ങ് അലക്ഷ്യമാക്കി കർത്താവ് ഇന്ന് നമ്മളോട് മാനസാന്തരപ്പെടാൻ പറയുന്നു എന്നാണ് അപ്പോസ്തലപ്രവൃത്തികൾ 17:30 വാക്യത്തിൽ. നമുക്ക് എല്ലാവർക്കും ആ വാക്യം പരിചയമുണ്ടോ? ഇന്ന് ഞാനൊരു സഹോദരനോട് ആ വാക്യം കോട്ട് ചെയ്തു. അപ്പൊ സഹോദരൻ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ എന്താ ഇനി എനിക്ക് അത്രയും കുറെയൊക്കെ വേസ്റ്റ് ആയി പോയല്ലോ, കുറെയൊക്കെ ടൈമൊക്കെ വേസ്റ്റ്. അപ്പൊ ഞാൻ ഈ വാക്യം അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായത്തിന്റെ അതിന്റെ 30 വാക്യം, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ, ടൈംസ് ഓഫ് ഇഗ്നോറൻസ്, നമുക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാതെ, എന്നാൽ അറിയേണ്ടും വേണ്ട നമ്മൾ അറിയാതെ കർത്താവ് കുറെ കാര്യമൊക്കെ കുളവാക്കി, കുറെ അബദ്ധത്തിലൊക്കെ ചെന്ന് ചാടി, കുറെ പാപത്തിലൊക്കെ വീണു, കുറെ സമയമൊക്കെ വേസ്റ്റ് ആക്കി കളഞ്ഞു. അപ്പം കർത്താവേ, അറിയായ്മയുടെ കാലങ്ങളാണേ, എന്നോട് ക്ഷമിക്കണേ എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുവാണെങ്കിൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ അതിനെ ഓവർലുക്ക് ദ ടൈംസ് ഓഫ് ഇഗ്നോറൻസ്, അത് അറിയായ്മയുടെ കാലം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് കർത്താവ് നീ അന്ന് അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല പറഞ്ഞ് ചൂരലുമായിട്ടിരിക്കുമല്ലേ, അതിനെ അങ്ങ് ലക്ഷ്യമാക്കാതെ അതിനെ അങ്ങ് മാറ്റിക്കളഞ്ഞ് ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. നൗ ഡിക്ലെയറിംഗ് ടു മെൻ ദാറ്റ് ഓൾ പീപ്പിൾ എവരിവെയർ ഷുഡ് റിപ്പന്റ്. റിപ്പന്റ് എന്ന് പറഞ്ഞാല് ടേൺ അറൗണ്ട്, മനം തിരിയണം. മെറ്റനയോ എന്ന് പറഞ്ഞാല് നമ്മള് ഒരു മനസ്സോടെ, ലോകത്തിലേക്കുള്ള ഒരു മനസ്സോടെ, ജഡത്തിലേക്കും സാത്താന്റെ ഡയറക്ഷനിലേക്കും ഒരു മനസ്സോടെ അങ്ങ് ആയിരുന്നു. എന്നാൽ അവിടുന്ന് നമ്മൾ മെറ്റനയോ, മെറ്റ എന്ന് പറഞ്ഞാല് അതൊരു പ്രൊപ്പോസിഷനാണ്, ആഫ്റ്റർ എന്നൊക്കെ അർത്ഥമുള്ള. നയോ എന്ന് പറഞ്ഞാല് നമ്മളുടെ ചിന്തിക്കുന്നതും തിങ്കിങ് കൂടെ ഒരുമിച്ച് പറയുമ്പോൾ ചിന്തിങ് എന്നായിപ്പോയി, തിങ്കിങ് നമ്മളുടെ. അപ്പൊ മെറ്റനയോ എന്ന് പറഞ്ഞാൽ മനം തിരുമ്പുതൽ, നമ്മളുടെ തമിഴ് ഭാഷയിൽ പറയുന്നത് പോലെ മനസ്സാന്തരം, മനസ്സിന്റെ ഒരു ടേൺ അറൗണ്ട്, ഒരു എബൌട്ട് ടേൺ എന്ന് മിലിറ്ററിയിൽ പറയുമ്പോൾ എല്ലാവരും കൂടെ പെട്ടെന്ന് 180 ഡിഗ്രി ടേൺ ചെയ്യുന്നത് പോലെ നമ്മൾ ലോകത്തെ ഫേസ് ചെയ്തിരിക്കുമായിരുന്നു. നമ്മളുടെ ആ നമ്മളുടെ ഇച്ഛയില്, നമ്മളുടെ തീരുമാനം എടുക്കാൻ പറ്റുന്ന ആ കപ്പാസിറ്റിയില്, ആ കഴിവില് നമ്മൾ ലോകത്തിനെ ഫേസ് ചെയ്തിരിക്കുമായിരുന്നു ചില കാര്യങ്ങളിൽ അറിയാതെങ്കിലും. എന്നാൽ ഇത് നമുക്ക് അതിനെ വെളിച്ചം തരുമ്പോൾ നമ്മള് കർത്താവ്, ഞാൻ എന്റെ ഇഷ്ടം അല്ല, അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ അങ്ങ് സമർപ്പിക്കുന്നു, എന്റെ സ്വന്തം ഇഷ്ടത്തെ അവിടെ കർത്താവിനായിട്ട് അങ്ങ് സമർപ്പിക്കുന്നു. അതാ മെറ്റ എന്ന് പറഞ്ഞാൽ വിത്ത്, ആഫ്റ്റർ, ബിഹൈൻഡ് എന്നൊക്കെ അർത്ഥമുള്ള ഒരു പദമാണ്. നയോ എന്ന് പറഞ്ഞാൽ ടു പെർസീവ് ദ മൈൻഡ്, ടു അണ്ടർസ്റ്റാൻഡ്, പോണ്ടർ, കൺസിഡർ, അത് ചിന്തിക്കുന്നതിനെ കുറിച്ചുള്ളത്. മെറ്റനയോ എന്ന് പറഞ്ഞാല് നമ്മൾ ഇതുവരെ ചിന്തിച്ച രീതിയിലല്ല ഇനി ചിന്തിക്കാൻ പോകുന്നത്. ഇനി കർത്താവേ, ഞാൻ ഇനി അങ്ങേക്കായിട്ട് ചിന്തിക്കും, അങ്ങേക്കായിട്ട് ഞാൻ തീരുമാനമെടുക്കും, അങ്ങേക്കായിട്ട് ജീവിക്കും. അതാ റിപ്പന്റൻസ്, അബൌട്ട് ടേൺ, യു ടേൺ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സാന്തരപ്പെടുവാണെങ്കിൽ നമുക്ക് തേജസ്സോടെ ഉള്ള ഒരു പുനരുദ്ധാനം കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവേ, അവിടുന്ന് എത്ര തേജസ്സോടെ പുനരുദ്ധാനത്തിൽ ഞാൻ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, അതേ തേജസ്സോടെ പുനരുദ്ധാനം ചെയ്യാൻ തക്കവണ്ണം കർത്താവ് ഇന്ന് അവിടുത്തെ ആ തേജസ്സിന്റെ നിത്യഘനം എന്റെ ആത്മാവിലേക്ക് കർത്താവെ അവിടുന്ന് നിറയ്ക്കണമേ. ആത്മാവിലേക്ക് തേജസ്സിന്റെ നിത്യഘനം എങ്ങനെ നിറയുന്നേ? നെടുനീരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണ് തേജസ്സിന്റെ നിത്യഘനം നമ്മളിൽ നിറയ്ക്കുന്നത്. നമ്മളത് 2 Corinthians 4:17-18 വാക്യങ്ങള് കുറച്ചാഴ്ചകൾ മുമ്പ് ഞായറാഴ്ച ദിവസം നമ്മൾ ചിന്തിച്ചായിരുന്നു. നെടുനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, ഒരു ക്രൂസിന്റെ കഷ്ടം, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നോ പറയുമ്പം കർത്താവിന്റെ ഇഷ്ടം പോലെ, അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് നമ്മളതിനെ താഴ്ത്തുമ്പോൾ ഒരു ലഘുവായ കഷ്ടമുണ്ട്. കഷ്ടമാണ് ജഡത്തിലെ കഷ്ടം, എന്നാൽ അത് ലഘുവായ കഷ്ടമാണ്.
എന്നാ അത് ലൈറ്റ് ആയിട്ടുള്ള കഷ്ടമാണ്. കർത്താവിന്റെ തേജസ്സിനെ ഘനത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ 1 കിലോയ്ക്ക് അല്ലെങ്കിൽ ഒരു 100 കിലോയ്ക്ക് ഭാരം ഉണ്ടെന്ന് വെച്ചാൽ 100 കിലോയ്ക്ക് ഭയങ്കര ഭാരമാണ്. എന്നാൽ 10 ലക്ഷം കിലോ അപ്പുറത്ത് ഇരിക്കുമ്പോൾ ഈ 100 കിലോയ്ക്ക് ഏതാണ്ട് ഭാരം ഉണ്ടോ? ഒന്നുമില്ല എന്ന് പറയുന്ന പോലെ 100 കിലോയ്ക്ക് ഭാരമുണ്ട്. ജഡത്തിന്റെ കഷ്ടം അത് ഭാരമുണ്ട്. ജഡത്തിന്റെ കഷ്ടമാണ്. നമുക്ക് കർത്താവിന്റെ ഇഷ്ടം പോലെയല്ല, അവിടുത്തെ ഇഷ്ടം പോലെ നമുക്ക് കോപിക്കാന് അല്ലെങ്കിൽ പരദൂഷണം പറയാന്, ക്ഷമിക്കാതിരിക്കാന്, മോഹിക്കാൻ അങ്ങനെയൊക്കെയുള്ള പല പ്രലോഭനങ്ങൾ വരുമ്പം അവിടെ കർത്താവിന്റെ ഇഷ്ടം പോലെ അല്ല, അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറയുമ്പോൾ ജഡത്തിനൊരു കഷ്ടമുണ്ട്. എന്നാ തേജസ്സിന് നിത്യജ്ഞാനം 10 ലക്ഷം, ഇവിടെ ഒരു 100 കിലോ കഷ്ടമേ ഉള്ളൂ. എന്നാൽ ഇവിടെ 10 ലക്ഷത്തിന് തേജസ്സിന് നിത്യഘനം, ഇറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി. തേജസ്സിന് വലിയൊരു ഘനം, കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന്, പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ വലിയൊരു ശക്തി എന്റെ ആത്മാവിൽ നിന്ന് നിറഞ്ഞ് ആ തേജസ്സിന് നിത്യഘനമാണ്. കർത്താവിന്റെ വരവിനാളിലതങ്ങ് വെളിപ്പെടും. അതാ തേജസ്സോടെ നമ്മൾ പുനരുദ്ധാനം ചെയ്യും. അപ്പോ എത്രമാത്രം തേജസ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രതിഫലമൊക്കെ ആയിരിക്കുന്നത്. നമ്മൾ കർത്താവിന് വരുന്ന നാളിൽ നമ്മളും തേജസ്സിൽ വെളിപ്പെടുമെന്ന് എവിടെ? കൊളോസ്യർ 3-ാം അധ്യായത്തിലെ ആ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കൊളോസ്യർ 3-ാം അധ്യായത്തിന്റെ അതിന്റെ 4-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യത്തില്, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോ, യേശു കർത്താവ് രണ്ടാമത് വരുമ്പോ നിങ്ങൾ അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. അപ്പോഴാ തേജസ്സുള്ള പുനരുദ്ധാന ശരീരത്തോടെ നമ്മൾ വെളിപ്പെടുന്നത്. അതുപോലെ തന്നെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ എന്ന് പറയുമ്പോൾ അത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ വെളിപ്പെടുമ്പോൾ എന്നുള്ള ഒരു ആംഗിളിൽ നമുക്കത് മനസ്സിലാക്കാം. പിന്നെ ഇന്നും നമ്മുടെ ജീവിതത്തില് യേശു നമ്മുടെ ജീവനായിട്ടുള്ള, നമ്മുടെ എല്ലാമായിട്ടുള്ള നമ്മുടെ ജീവൻ, ഒരാളെ കുറിച്ച് അതെന്റെ ജീവനായിട്ടുള്ള സഹോദരനാന്ന് പറയുന്നത് പോലെ എന്റെ ജീവനായിട്ടുള്ള കർത്താവ് വെളിപ്പെടുമ്പോ എന്റെ കരളാണ്, എന്റെ ചങ്കാണെന്നൊക്കെ പറയുന്നത് പോലെ എന്റെ ജീവനായിട്ടുള്ള ക്രിസ്തു വെളിപ്പെടുമ്പോ നിങ്ങളും തേജസ്സിൽ വെളിപ്പെടും. നമ്മളുടെ ജീവിതത്തിലും കർത്താവ് പല അവസരങ്ങളിൽ വെളിപ്പെടും. നമ്മളിലൂടെ ആ കർത്താവിന്റെ തേജസ് വെളിപ്പെടും എന്നുള്ളൊരു കാര്യം, ആ ഒരു കാര്യമായിട്ട് നമുക്ക് എടുക്കാം. ആത്യന്തികമായിട്ട് കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിലും കർത്താവിന്റെ തേജസ്സോടെ ഉള്ള പുനരുദ്ധാന ശരീരത്തോടെ നമ്മൾ വെളിപ്പെടും എന്നുള്ളൊരു കാര്യം നമ്മളവിടെ മനസ്സിലാക്കാം. അപ്പൊ നമ്മള് അതിപൂജ്യം പുസ്തകത്തിലെ ആ ഒരു 263-ാമത്തെ പേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ ഫിലിപ്പിയർ 3-ന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു. പിന്നെ ഫിലിപ്പിയർ 3-ന്റെ 21-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിച്ചേ? അത് മുതൽ നമുക്ക് വായിക്കാനുള്ള ഫിലിപ്പിയർ 3-ന്റെ 21-ാമത്തെ വാക്യം. നമ്മൾ അവിടെ താഴ്ചയുള്ള ശരീരത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തും. അതിന് തൊട്ട് മുമ്പ് സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വം എന്നൊക്കെ പറയുക. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഫിലിപ്പിയർ 3-ന്റെ 20. അതിന്റെ 21-ാമത്തെ വാക്യം, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി ഉണ്ട്. എല്ലാം കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു വ്യാപാര ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരം, എത്രയൊക്കെ വലിയ ബലവാനാന്ന് പറഞ്ഞിരുന്നാലും അടിതെറ്റിയ ആനയെ വീഴുന്ന പറഞ്ഞ കണക്ക് എന്തെങ്കിലും ഒരു തട്ടുമതി മറിഞ്ഞടിച്ച് വീണ് കൈയും കാലും ഒടിയാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു രാസപദാർത്ഥങ്ങളിൽ ചെറിയൊരു വ്യതിയാനം മതി തലച്ചോറിൽ നമ്മളല്ലാതായി പോകാൻ, എന്തെങ്കിലുമൊക്കെ ഹോർമോണൽ വ്യതിയാനങ്ങളോ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. എത്ര ബലഹീനമായ ശരീരമാണ്, എത്ര താഴ്ചയുള്ള ശരീരമാണ്. ഈ താഴ്ചയുള്ള ശരീരത്തെ തന്നെ മഹത്വമുള്ള ശരീരത്തോട്, പുനരുദ്ധാന ശരീരത്തോട് അനുരൂപമായി നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ വാക്യം കണ്ടു, ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്നുള്ളൊരു കാര്യം. അപ്പം യേശുവിന് ഉണ്ടായിരുന്നത് പോലെയുള്ള അതേ പുനരുദ്ധാന ശരീരം തന്നെ ആയിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആ വാക്യത്തിലൂടെയൊക്കെ ഫിലിപ്പിയർ 3-ന്റെ 21-ലും പിന്നെ നമ്മള് റോമർ 6-ന്റെ 4-ാമത്തെ വാക്യമൊക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടു. 1 Corinthians 15-ന് 42, 43 നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടുകൊണ്ട് ഞാൻ വീണ്ടും ആ വാക്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. അപ്പൊ അതുപോലെ കർത്താവിന്റെ പുനരുദ്ധാന ശരീരം പോലൊരു ശരീരം, അത് നമ്മളിപ്പോൾ മധ്യപൂജ്യം പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിച്ചു. യേശുവിന്റെ ശരീരത്തിന്റെ കഴിവുകളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. ഭിത്തികൾക്കുള്ളിലൂടെ കടന്നു പോകാൻ കഴിയും. അടച്ചിട്ട മുറിയിൽ പെട്ടെന്ന് കർത്താവ് നടുവിൽ നിൽക്കുന്നു. അപ്പം ഭിത്തികൾക്കുള്ളിലൂടെ കടന്നു പോകാൻ കഴിയും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ചെല്ലാൻ സാധിക്കും. കർത്താവ് എമ്മാവൂസിലുള്ള ശിഷ്യന്മാരുടെ കൂടെ ഒരു സമയത്ത് കുറച്ച് കഴിയുമ്പോൾ പത്രോസിന് പ്രത്യക്ഷപ്പെടുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വൈകുന്നേരം വായ്പയും ബാക്കി ശിഷ്യന്മാരെല്ലാം കൂടെ ഇരുന്ന സമയത്ത് പ്രത്യക്ഷപ്പെടുന്നു. ആദ്യം മഗ്ദലക്കാരത്തി മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു കർത്താവ് പുനരുദ്ധാനം ചെയ്ത ദിവസം. പിന്നെ നോക്കിയപ്പോൾ കുറച്ച് കഴിയുമ്പം ആ സഹോദരിമാര് ഓടിപ്പോവുക, പത്രോസിനോടും ബാക്കിയുള്ള ശിഷ്യന്മാരോടും പറയാൻ വേണ്ടി. കർത്താവ് ഉയർത്തിയിരിക്കുന്ന മറ്റേ മറിയും, അതായത് യോസയുടെ അമ്മയായ മറിയും, യാക്കോബിന്റെയും യോസസിന്റെ അമ്മയായ മറിയവും യോഹന്നയും സലോമിയും എല്ലാം കൂടെ ഓടിപ്പോവുക. എന്നാൽ അവരുടെ ഓട്ടത്തെക്കാട്ടി കർത്താവ്
നല്ല സ്പീഡായിരുന്നു. കർത്താവിന് ഇപ്പൊ പുനരുദ്ധാന ശരീരത്തോടു കൂടി നമ്മൾ അവര് ഓടിപ്പോവാന്ന് ഞാൻ വെറുതെ പറയുമല്ലോ, അവിടെ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. അവര് മെല്ലെ അന്നനട പോലെ നടന്ന് നമുക്കിനിയിപ്പോ കുറച്ച് യുനോ എന്തെങ്കിലുമൊക്കെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് പതുക്കെ ചെന്ന് അപ്പോസ്തലന്മാരോട് പറയാന്നല്ല. നമ്മൾ മത്തായി 28 നമ്മൾ വായിക്കുമ്പോൾ കർത്താവിന് പുനരുദ്ധാനം ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് ഈ അതിന്റെ 8ാമത്തെ വാക്യം, അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവനെ ശിഷ്യന്മാരോട് അറിയിക്കാൻ വേണ്ടി നടന്നുപോയി. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അല്ല, ഓടിപ്പോയി. ആൻഡ് റാൻ ടു റിപ്പോർട്ട്. അവര് സർവ്വശക്തി എടുത്ത് ഓടുക. എന്നാൽ കർത്താവോട് മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട കർത്താവ് ഇവരുടെ ഓട്ടോ ഒക്കെ അതിജീവിച്ച് കർത്താവ് എത്ര കിലോമീറ്റർ പെർ സെക്കൻഡിലെ ഓടിയൊന്നും എനിക്കറിയത്തില്ല. കർത്താവിന് ഓടേണ്ട കാര്യമില്ല, പുനരുദ്ധാന ശരീരത്തോട് പെട്ടെന്ന് ഇവർക്ക് മുമ്പിൽ പ്രത്യക്ഷമാവുന്നു. കുറച്ച് കഴിയുമ്പോൾ എമ്മാവസിലുള്ള ശിഷ്യന്മാര് അവർ മ്ലാനവതരായിട്ട് നടന്നു പോവുക യെരുശലേമിൽ നിന്ന് എമ്മാവസിലോട്ട്. അവർക്ക് അവരുടെ കൂടെ നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അവര് ഇങ്ങോട്ട് മഹാസന്തോഷത്തോടെ ഞങ്ങളുടെ സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യെന്ന് പറഞ്ഞ് ഓടി വന്ന് വരുമ്പോൾ അതിനിടയ്ക്ക് പത്രോസിന് പ്രത്യക്ഷപ്പെട്ട കാര്യം നമ്മൾ വായിക്കുന്നു. എന്നാൽ എമ്മാവസിലെ ശിഷ്യന്മാര് ബാക്കി ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരുമ്പോൾ ലൂക്കോസ് 24 പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെയും കർത്താവ് അവരുടെ നടുവിൽ വന്ന് നിൽക്കുന്നു. ലൂക്കോസ് 24 മത്തായി 20 യോഹന്നാൻ 20 ആ വാക്യങ്ങളൊക്കെ നമ്മൾ വെള്ളിയാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നതായത് ഞാൻ അങ്ങ് ഓടിച്ചു പറഞ്ഞതാ. അപ്പോ കർത്താവിന്റെ ആ പുനരുദ്ധാന ശരീരത്തിന്റെ ആ ഒരു കഴിവുകൾ എത്ര പെട്ടെന്നാണ് ഓരോ ഇടത്തും പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുപോലുള്ളൊരു ശരീരം നമുക്കും കിട്ടും എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും. ഇപ്പോഴാണെങ്കിൽ നമുക്ക് അയ്യോ നടുവേദന, അയ്യോ എനിക്ക് മുട്ടുവേദന, അയ്യോ എനിക്ക് കൈകാല് കിടക്കുന്നു, എനിക്ക് കണ്ണ് കാണാൻ വയ്യ, ചെവി കേൾക്കാൻ വയ്യ, വലിയ പ്രശ്നങ്ങളും പരാതി, എന്റെ BP കൂടുന്നു, ഷുഗർ കൂടുന്നു, കുറയുന്നു, ഇൻസുലിൻ എത്ര ഡോസ് കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം പാടാണ്. അപ്പൊ എത്രയൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എന്തെല്ലാം പാടാണ്. പിന്നെ ഹിയറിംഗ് എയ്ഡ് എടുത്ത് വെക്കണം, കണ്ണാടി വെക്കണം. പക്ഷെ പുനരുദ്ധാന ശരീരം കിട്ടുമ്പോൾ പിന്നെ ഒരു പ്രശ്നമില്ല. അപ്പൊ അതാ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ചെല്ലാൻ സാധിക്കും. ഈ മറ്റുള്ള ശരീരമായിരിക്കും നമുക്കും ഉണ്ടായിരിക്കും. അസ്ഥിയും മാംസമുള്ള രക്തരഹിതമായ ശരീരം. അത് നമ്മൾ ലൂക്കോസ് 24:39 നമ്മള് ലൂക്കോസിന്റെ യോഹന്നാന്റെ ബൈബിൾ സ്റ്റഡിയിൽ ആ ലൂക്കോസിന്റെ ആ വാക്യം നമ്മൾ കണ്ടതെങ്കിലും അത് ഒന്നുകൂടെ നമുക്കൊന്ന് എടുക്കാം. ലൂക്കോസ് 24:39 വാക്യത്തില് കർത്താവ് പുനരുദ്ധാന ശരീരത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നേ? ലൂക്കോസ് 24 അധ്യായം അവസാനത്തെ അധ്യായത്തിന്റെ 39 വാക്യം, ഞാൻ തന്നെയാകുന്നു എന്ന് എന്റെ കയ്യും കാലും നോക്കി അറിയുവൻ. കർത്താവ് കയ്യും കാലും കാണിച്ച് നമ്മളെ എങ്ങനെയെങ്കിലും ഞാനും തന്നെ ആണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചിലർ കയ്യും കാലും കാണിച്ച് മയക്കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞതുപോലെ കർത്താവ് ഇവിടെ എത്രമാത്രം അവരുടെ ആ നിലയിലേക്ക് അവരെത്രമാത്രം സംശയത്തോടും ഹൃദയകാഠിന്യത്തോടും ഒക്കെ ഇരുന്നത്. സംശയത്തിന് ഹൃദയകാഠിന്യത്തിനൊക്കെ നല്ല ഡോസ് കൊടുക്കുന്നുണ്ട്. അതിനൊന്നും കർത്താവ് മോശമൊന്നുമല്ല. നമുക്കറിയാം കർത്താവ് നമ്മളിവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് ഇവിടെ ഒരു വിരൽ വെച്ചോടെന്ന് പറയാൻ എനിക്ക് പേടി. ഇവിടെ മത്തായി ലൂക്കോസ് 24 ആ ഒരു വാക്യം ഞാൻ വരാം. അതിന്റെ മർക്കോസ് 16 വരുവാണെങ്കിൽ അവിടെ ഈ കർത്താവ് അവരെ ഈ പുനരുദ്ധാനം ചെയ്തു കഴിഞ്ഞിട്ട് കർത്താവ് അവരെ ശാസിക്കുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. വെച്ചാൽ അവർക്ക് വിശ്വസിക്കാനുള്ള അവരുടെ ആ സ്ലോനെസ് കണ്ട് കർത്താവ് അവരോട് സ്നേഹത്തോടെ ശാസിക്കുന്ന ഒരു കാര്യം. നമ്മളിപ്പോ അയൽവക്കത്തെ പിള്ളേരെ വെച്ച് നമ്മൾ ശാസിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ ആ സ്നേഹിക്കുന്നവരെ നമ്മൾ ശാസിക്കുന്നത് എന്ന് പറയുന്നത് പോലെ മർക്കോസ് 16:14 പിന്നത്തേതിൽ 11 വരും, അതായത് 11 പേർ ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കുക, തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ ഉയർത്തെഴുന്നേറ്റായിട്ട് ബാക്കിയുള്ള സഹോദരിമാരൊക്കെ വന്ന് പറഞ്ഞു അവരുടെ വിശ്വസിക്കായാൽ അവരുടെ അവിശ്വാസത്തെ ഹൃദയകാഠിന്യത്തെ ശാസിച്ചു. നല്ല ഡോസ് കൊടുത്ത് എന്താ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലേ? അവര് പറഞ്ഞ ആ സഹോദരിമാര് പറഞ്ഞു നിങ്ങൾക്ക് എന്താ സഹോദരിമാരായോണ്ടാണ് ഒരു വിലയില്ലാത്ത അവർ പറഞ്ഞ സാക്ഷി നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കർത്താവ് നല്ല ഡോസ് കൊടുത്തതായിട്ട് നമ്മൾ അവിടെ മർക്കോസ് 16:14 അവിശ്വാസത്തെ ശാസിച്ചു, ഹൃദയകാഠിന്യത്തെ ശാസിച്ചു. അത് കഴിഞ്ഞിട്ടാ പിന്നെ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും ആദ്യം നല്ല ഡോസ് ശാസനയൊക്കെ കൊടുത്തിട്ടാണ് ഭൂലോകത്തില് സകല ജാതിയോടും കൂടെ ഈ സുവിശേഷം ചെന്ന് പറഞ്ഞോണം എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ച് ലൂക്കോസ് 24 വരുമ്പോൾ അതിന്റെ 39 വാക്യത്തില് എന്നെ തൊട്ട് നോക്കുവിൻ, എന്നെ ഒന്ന് പാൽപ്പേറ്റ് ചെയ്ത് നോക്ക്. ഈ മെഡിക്കൽ സ്റ്റുഡൻസ് മെഡിക്കൽ സ്റ്റഡീസിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങള്, ഒരു മുഴ, ഒരാൾക്ക് കയ്യിലൊരു മുഴ, അപ്പൊ അത് തൊട്ട് നോക്കി അത് സോഫ്റ്റ് ആണോ, ഹാർഡ് ആണോ, ബോണി പ്രോമിനൻസ് ആണോ എന്നൊക്കെ പറയാം. എന്നാലേ അത് പഠിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ എല്ലാം ഒന്ന് തൊട്ട് കാര്യങ്ങൾ അതെല്ലാം ഒന്ന് അറിയണമെന്ന് പറയുന്നത് പോലെ കർത്താവ് ഇവിടെ എന്നെ തൊട്ട് നോക്കി, എന്നെ ഒന്ന്
ജീവന്റെ വചനം, ഞങ്ങൾ തൊട്ടു നോക്കിയതുമായ ജീവന്റെ വചനം എന്ന് യോഹന്നാന്, ഇതെല്ലാം തൊട്ടു നോക്കിയ യോഹന്നാന് കർത്താവിന്റെ ആദ്യ ശരീരത്തിൽ തന്നെ കർത്താവിനെ മറുപടി ചാരിയിരുന്ന യോഹന്നാന് പിന്നീട് പുനരുദ്ധാന ശരീരമൊക്കെ തൊട്ടു നോക്കിയിട്ട യോഹന്നാൻ എവിടെ? 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ എന്താ എഴുതി വെച്ചേക്കുന്നത്? ഞങ്ങൾ തൊട്ടു നോക്കിയതുമായിട്ടുള്ള ജീവന്റെ വചനം. ഞാൻ ആ വാക്യം എടുത്ത് വായിക്കാം. ലൂക്കോസ് 24 ഞാൻ വരാം. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യം. ആദ്യം മുതലുള്ളത് ഞങ്ങൾ കേട്ടു, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു, ഞങ്ങൾ നോക്കി. കണ്ടാൽ മാത്രം പോരാ, ഞങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സൂക്ഷിച്ചൊന്ന് കണ്ണുമുഴിച്ച് നോക്കി. കഴിഞ്ഞിട്ട് പിന്നെന്താ? ഞങ്ങളുടെ കൈ തൊട്ട് നോക്കി. ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച് ഞങ്ങളുടെ കൈ തൊട്ട് ഇത് എന്റെ കർത്താവ് തന്നെ, ആ കർത്താവിന്റെ ആ ഒരു സ്നേഹത്തിന് ഊഷ്മളതയൊക്കെ ഒന്ന് തൊട്ട് നോക്കി. അതാ എന്നെ തൊട്ടു നോക്കിയും തിരിച്ച് ലൂക്കോസ് 24:39 എന്നെ തൊട്ടു നോക്കുകയും എന്നിൽ കാണുന്ന പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം രക്തത്തിന്റെ കാര്യം കർത്താവ് അവിടെ പറയുന്നില്ല. നമ്മളിപ്പം വചനത്തിലെ ഉടനീളമുള്ള ആ കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോ ഇവിടെ അന്ത്യഭോജന പുസ്തകത്തിലും ബ്രദർ എഴുതിയിരിക്കുന്നത് പോലെ, ബ്രദർ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുമുണ്ട്, പുനരുദ്ധാന ശരീരത്തിൽ രക്തമുള്ളതായിട്ട് നമ്മളിവിടെ കാണുന്നില്ല. രക്തത്തിൽ ആ ജീവനുള്ളത്, എന്നാൽ അത് സ്വയജീവനെ കുറിക്കുന്നതാണ് ഈ രക്തം എന്നുള്ള കാര്യം. കർത്താവ് അവസാനത്തുള്ള രക്തവും സ്വന്തം ഇഷ്ടം, അവസാനത്തുള്ള രക്തവും ചൊരിഞ്ഞു എന്ന് വായിക്കുമ്പോൾ അത് കർത്താവിന്റെ സ്വന്തം ഇഷ്ടം സമ്പൂർണ്ണമായിട്ടും പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ രക്തത്തിൽ ആ ജീവൻ എന്നുള്ള കാര്യമൊക്കെ ലേവ്യ പുസ്തകം 17:11, ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, അങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ലേവ്യ പുസ്തകം 17:11, ഉൽപ്പത്തി പുസ്തകം 9:4 രക്തത്തിൽ ആ ജീവനുള്ളതെന്ന് പറയുന്നുണ്ട്. അതൊന്ന് രക്തം കുടിക്കരുത് എന്നൊക്കെയുള്ള ഒരു കൽപ്പന പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ സേറ്റൻ വർഷിപ്പേഴ്സ് ഒക്കെ അവര് രക്തം കുടിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ, സേറ്റൻ വർഷിപ്പേഴ്സ് ഇപ്പം പല ലൂസിഫർ അത് ഇതെന്നൊക്കെ പറഞ്ഞ് എമ്പുരാൻ, അസ്രായേൽ എന്നൊക്കെ പറഞ്ഞ ഓരോ സിനിമകളൊക്കെ സേറ്റൻ വർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇലൂമിനാറ്റിയോ ബാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ചേർന്നിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ഇന്ന് ലോകത്ത് കാര്യങ്ങളൊക്കെ നടക്കുന്ന പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ടു കാണാം. അപ്പൊ ആ ഒരു ദൈവത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും ദൈവപുത്രൻ പാപം ചെയ്തെന്നുള്ള കാര്യങ്ങളും അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പത്രത്തിൽ അതിന്റെ ഓരോ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇപ്പൊ രക്തം കുടിക്കുന്നതും ഒക്കെ ആ സീറ്റൻ വർഷിപ്പേഴ്സിന്റെ അവരുടെ സീറ്റൻ വർഷിപ്പേഴ്സ് എന്ന് പറയുന്ന അവരുടെ സാത്താൻ ആരാധകരുടെ കാര്യങ്ങൾ രക്തം കുടിക്കുകയും അതുപോലെ കുരിശിനെ അവഹേളിക്കുകയും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ അവരുടെ ഹോബീസും അവരുടെ ആരാധനയും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ദൈവവചനത്തില് എന്താ നമ്മളവിടെ പഴയ നിയമത്തിൽ ആ കൽപ്പനയില് രക്തം കുടിക്കരുത് എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ രക്തം കർത്താവ് കാൽവരി മലയിൽ കർത്താവ് അവസാനത്തുള്ള രക്തവും നമുക്കായിട്ട് ചിന്തി, പിതാവിലെ രക്തവും കൂടെ രക്തവും വെള്ളമായിട്ടങ്ങ് ഒഴുകിയപ്പം അവസാനത്തുള്ള രക്തവും കർത്താവിന്റെ ആ പിതാവിലുണ്ടായിരുന്നില്ല. ആ രക്തവും ആ പാപയാഗത്തിന്റെ രക്തം മുഴുവനും അവിടെ അൾത്താരയുടെ ചുവട്ടില് ഒഴിക്കണം എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ ലേവ്യ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മൾ ആ വാക്യം 4-ാം അധ്യായത്തിൽ ലേവ്യ പുസ്തകം 4-ാം അധ്യായം ആ വാക്യമൊക്കെ നമ്മളെടുത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തില് അവിടെ ആ വാക്യത്തിന്റെ റെഫറൻസ് മാത്രം ഞാൻ പെട്ടെന്ന് പറയാം. ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, രക്തം മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ഹോമയാഗ പീഠം. സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലാണ് ആ ബ്രോൺസ് ഓൾട്ടർ, ആ ഒരു ബ്രോൺസ് ഓൾട്ടർ അവിടെ ആ പ്രാകാരത്തിലുള്ള ആ ഒരു ഹോമയാഗപീഠം. രക്തം മുഴുവൻ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ഹോമയാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം എന്നുള്ളൊരു കാര്യം. കർത്താവിന്റെ ആ യാഗപീഠമായിരുന്നു കാൽവരി കുരിശ്. അവിടെ ആ ക്രൂസിന്റെ ചുവട്ടില് ആ രക്തമെല്ലാം വീണു എനിക്കായിട്ട്, നമുക്ക് ഓരോരുത്തർക്കുമായിട്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പാളയത്തിന് പുറത്താണ് ഇതെല്ലാം കത്തിക്കേണ്ടതെന്ന് വായിക്കുമ്പോൾ പാളയത്തിന് പുറത്താണ് കർത്താവ് പിതാവിന്റെ ക്രോധാഗ്നിക്ക് ഇരയായി തീർന്നതെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ക്രൂസില്, അതായത് യെരുസലേമിന് വെളിയിലാണ് കർത്താവ് കൽവരി മലയിൽ ക്രൂശിക്കപ്പെട്ടെന്നുള്ള കാര്യമൊക്കെ അതിന്റെ 12-ാമത്തെ വാക്യത്തിലും 21-ാമത്തെ വാക്യത്തിലൊക്കെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി വേണം ചുട്ടുകളയാൻ എന്നുള്ള കാര്യമൊക്കെ വായിക്കുന്നുണ്ട്. യാഗമൃഗത്തിന്റെ അതിനെ മുകളിലത്തെ കാളയിൽ ചുട്ടുകളഞ്ഞതുപോലെ ഇതിനെയും ചുട്ടുകളയണം എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടും പിന്നെ അതിന്റെ 18-ാമത്തെ വാക്യത്തിന് ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിന് വാതിൽക്കുള്ള ഹോമയാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണമെന്ന് വായിക്കുന്നുണ്ട്. പിന്നെയും നമ്മൾ 25-ാമത്തെ വാക്യത്തിലും രക്തം കുറെ എടുത്ത് കൊമ്പുകളിൽ പുരട്ടിട്ട് ശേഷം രക്തം ഹോമയാഗപീഠത്തിന് ചുവട്ടിൽ ഒഴിച്ചു കളയണമെന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കർത്താവിന്റെ രക്തം മുഴുവനും ക്രൂശില് നമുക്ക് അവസാനത്തുള്ള രക്തവും
ചിന്തി എന്ന് വായിക്കുമ്പോൾ നമ്മൾ അവിടെ ഈവൻ 30-ാമത്തെ വാക്യം, ലേവ്യ പുസ്തകം 4:30 ശേഷം രക്തമൊക്കെയും യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം, എത്ര റിപ്പീറ്റഡ് ആയിട്ട് വളരെ എംഫാറ്റിക് ആയിട്ട് പറയുന്ന ഒരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ പാപയാഗമായി തീർന്ന യേശുക്രിസ്തുവിന്റെ രക്തം മുഴുവനും എനിക്കായിട്ട് നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് അവസാനത്തിലുള്ള രക്തവും ചിന്തി. അപ്പൊ ആ രക്തം മുഴുവനും ചിന്തപ്പെട്ടു. പിന്നെ പുനരുദ്ധാന ശരീരത്തിലെ രക്തത്തെക്കുറിച്ചുള്ള ഒരു മനുഷ്യന്റെ, അത് രക്തരഹിതമായ ശരീരം എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിച്ചത്. പിന്നെ നമ്മൾ അന്തിമോചന പുസ്തകത്തിന്റെ 264-ാമത്തെ പേജ്, അവിടെ മുമ്പ് കണ്ടിട്ടില്ലാതെ ദൈവത്തിന്റെ വിശുദ്ധന്മാരെ അന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അന്ന് ID കാർഡിൽ നിന്ന് ആവശ്യമില്ല. ഞാന് നമ്മളുടെ കോൺട്രാക്ടറായിട്ടുള്ള വിശ്വാസിയായിട്ടുള്ള അനിൽ എന്ന് പറയുന്ന സഹോദരൻ ICUയിൽ വെന്റിലേറ്ററിലായിരുന്ന സമയത്ത് പുള്ളിക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതുപോലുള്ള ഒരു ദർശനം ഉണ്ടായ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അനിലിന്റെ വൈഫിന്റെ ഗ്രാൻഡ് പേരൻസിനെ അനില് കണ്ടതായിട്ട് പറഞ്ഞത്. അപ്പൊ ഞാനിപ്പോ അനിലോട് ചോദിച്ചായിരുന്നു, അപ്പൊ എങ്ങനെയാ അവര് ഈ എന്താ പറയുക, നമ്മളുടെ തൊലിക്ക് പകരം വെള്ളി കൊണ്ടുള്ള ഫിനിഷ് മാതിരി ഉള്ളതുപോലെ, അത് വെള്ള ഉള്ള വസ്ത്രങ്ങള് അതുപോലെ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ എങ്ങനെയാ ഇത് അപ്പൂപ്പനും അമ്മൂമ്മ ആണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് നമുക്ക് അങ്ങ് തിരിച്ചറിയാൻ ഒക്കും. അത് നമുക്ക് അറിയാം, അത് അവരാണെന്നറിയാം എന്നുള്ളൊരു കാര്യം പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ. നമ്മളത് മറുരൂപമലയിൽ പത്രോസും യോഹന്നാനും യാക്കോബും കൂടെ മോശയെ എലിയാവിനെയൊക്കെ കാണുമ്പോൾ അവരാരെങ്കിലും മോശയുടെ എലിയാവിനെയും ഫോട്ടോ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഫോട്ടോഗ്രാഫ്സ് ഒന്നും ഇല്ല. എന്നാൽ കാണുമ്പോൾ ഇത് മോശ എലിയാവുമാണെന്ന് കർത്താവ് പരിചയപ്പെടുത്തേണ്ടെന്ന് ആവശ്യമില്ല. അത് മോശ എലിയാവുമാണെന്ന് മനസ്സിലായി. ചില സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മളിപ്പോ കോൺഫറൻസിനൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ID കാർഡ് ഉണ്ട്, ഇന്ന ആള് ഇന്ന ചർച്ചയിൽ നിന്ന് വന്ന 2-3 പ്രാവശ്യം ID കാർഡ് കണ്ടാലും ചിലപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണുമ്പോൾ പേര് മറന്നു പോകും. പിന്നെ ID കാർഡിന് പിടിച്ചൊക്കെ ആവും, ഇന്ന ബ്രദറാണ് ഇന്ന സിസ്റ്ററാണ് എന്ന് പറയുന്നത് പോലെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ID കാർഡിന്റെ ആവശ്യമില്ല. അത് സ്പോണ്ടേനിയസ് റെക്കഗ്നിഷൻ, അത് പുനരുദ്ധാന ശരീരത്തിലെ ഒരു പ്രത്യേകതയായിട്ട് നമ്മളത് മനസ്സിലാക്കുന്നത്. മുമ്പ് കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ വിശുദ്ധന്മാരെ അന്ന് തിരിച്ചറിയാൻ കഴിയും. മറുരൂപം വലയിച്ച് മോശയുടെ എലിയാവിന്റെ ഒക്കെ ഒരു കാര്യം നമ്മളോട് വായിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടൊരു സ്പോണ്ടേനിയസ് റെക്കഗ്നിഷൻ, അത് നിത്യതയുടെ കാര്യങ്ങള് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ള കാര്യം നമ്മളോട് വായിക്കുന്നത്. പിന്നെ നമ്മൾ 2 Corinthians 5:10 വാക്യം നമ്മൾ വായിച്ചു അന്തിമോചന പുസ്തകത്തില്. നമ്മള് ഈ പുനരുദ്ധാനത്തില് നമ്മള് കർത്താവിന്റെ വരവെങ്കിൽ പുനരുദ്ധാന ശരീരമായി തീരും. അതിനുശേഷം നമ്മള് കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം 2 Corinthians 5:10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അവനവൻ ശരീരത്തിൽ, 2 Corinthians 5:10, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായിട്ടാണെങ്കിലും ചെയ്തതായിട്ടുള്ളതാണെങ്കിലും, നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകും. എല്ലാവരും നാം എല്ലാവരും, അതായത് ഈ പൗലോസപ്പോസ്തലൻ ഉൾപ്പെടെ. അപ്പം പിന്നെ നമ്മളെ എല്ലാവരും, അതായത് നമുക്ക് ശിക്ഷാവിധി ഇല്ല. ക്രിസ്തുയേശുവിലുള്ളവർക്ക്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല, കോണ്ടംനേഷൻ ഇല്ല, ജഡ്ജ്മെന്റ് ഇല്ല. റോമർ 8:1. എന്നാൽ നമുക്ക് എന്തുണ്ട്? ഒരു കണക്ക് കൊടുക്കേണ്ടതിനായിട്ട്, ഒരു ന്യായത്തിന് മുമ്പാകെ കർത്താവിന്റെ മുമ്പാകെ കണക്ക് കൊടുക്കേണ്ടതിന് ഗിവൻ അക്കൗണ്ട് ഓഫ് എ ലൈഫ് എന്ന് റോമർ 14:12 നമ്മൾ അതേപോലെ വായിക്കുന്നുണ്ട്. വി ആർ ഗിവൻ അക്കൗണ്ട് ഓഫ് എ ലൈഫ്, റോമർ 14:12 വാക്യം. ഞാൻ വാക്യത്തിലേക്ക് പോകുന്നില്ല. അതാ നമ്മള് രക്ഷ പ്രവർത്തിയാലല്ല കൃപയാലത്രേ, എന്ന പ്രതിഫലം നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ചാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ അന്തിമോചന പുസ്തകത്തിൽ നമ്മളത് വായിച്ചായിരുന്നു. ദൈവത്തോടും ക്രിസ്തുവിനോടും നിത്യത മുഴുവൻ. അപ്പൊ ഈ പ്രതിഫലം എന്തായിരിക്കും? പ്രതിഫലം എന്ന് പറയുമ്പോൾ കുറെ കിരീടവും, കുറെ മാൻഷൻസ്, കുറെ വാസസ്ഥലങ്ങളൊക്കെ, ഒരു 100 ബെഡ്റൂമുള്ള വലിയൊരു കൊട്ടാരം, മണിമാളിക, 24 നിലയുള്ള മണിമാളിക എനിക്ക് പ്രതിഫലമായിട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അതൊക്കെ ഒരു അനേകം വാസസ്ഥലങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഒരു പ്രതീകമായിട്ട് കർത്താവ് പറയുന്നതാണ്. അതൊരു ചില എക്സാമ്പിൾ ഉദാഹരണമായിട്ട് ഇന്ന് കൊട്ടാരവും കിരീടവും ഒക്കെയാണ് ഇന്ന് ലോകത്തിലെ വലിയ വിലയുള്ള കാര്യങ്ങളായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അന്ന് നിത്യതയിൽ ഏറ്റവും വിലയുള്ളതാ ദൈവം നമുക്ക് പ്രതിഫലമായിട്ട് തരുന്നത്. നിത്യതയിൽ ഏറ്റവും വിലയുള്ളത് ഏതാ? ഡോളറാണോ റുപ്പിയാണോ? ഒന്നുമല്ല, അതിനൊന്നും ഒരു വിലയും കാണത്തില്ല അവിടെ. എന്നാൽ കർത്താവിനോടുള്ള ഒരു അടുപ്പം, അതിന് അവിടെ ഏറ്റവും വിലയുള്ള. നിത്യതയിൽ ഏറ്റവും വിലപ്പെട്ടവൻ ആരാന്ന് വെച്ചാൽ കർത്താവ് തന്നെ. നമ്മുടെ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവുമാണ്. ആ ത്രിയേക ദൈവമാണ് ഏറ്റവും വിലപ്പെട്ടത്. ആ ദൈവത്തോട്, കർത്താവിനോടുള്ള ഒരു അടുപ്പം, ആ കർത്താവിനോട് ഞാൻ എത്ര മാത്രം എനിക്ക് ചേർന്ന് ഇരിക്കാൻ ഒക്കുന്നു. ദ ക്ലോസ്നെസ് ടു ദ ലോഡ്, നിയർനെസ് ടു ദ ലോഡ് ഇസ് മൈ ഗുഡ് എന്ന നമ്മുടെ സങ്കീർത്തനം 73:28 ആസാഫിന്റെ സങ്കീർത്തനം 73:28 ദ നിയർനെസ് ടു ദ ലോഡ് ഇസ് മൈ ഗുഡ്, കർത്താവിനോട് അടുത്തിരിക്കുന്നതും എനിക്ക് നല്ലതെന്ന് പറഞ്ഞതുപോലെ ആ ഒരു
ദാറ്റ് ഇസ് ദ റിവാർഡ്. അതാണ് ഏറ്റവും എത്രമാത്രം ഞാൻ അടുത്തിരിക്കാൻ ഒക്കുന്നു, അതാണ് എനിക്ക് അവിടെ സ്വർഗത്തിലെ റിവാർഡ്. നമ്മൾ വില്യം ബൂത്ത് കണ്ട ദർശനത്തെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സാൽവേഷൻ ആർമിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള, ഇപ്പോഴത്തെ സാൽവേഷൻ ആർമിയുടെ കാര്യമല്ല, എന്നാൽ പണ്ടത്തെ യഥാർത്ഥത്തിൽ സാൽവേഷൻ ആർമി അതായത് ഫൗണ്ട് ചെയ്തപ്പോൾ, അത് സ്ഥാപിച്ചപ്പം അത് വളരെ തീക്ഷ്ണതയോടെയുള്ള വലിയൊരു ദൈവം തുടങ്ങിയ പ്രസ്ഥാനമായിരുന്നു. എന്നാൽ ഇന്ന് അതിന്റെ ചെറിയൊരു ചട്ടക്കൂട് മാത്രമേ ഇന്നത്തെ സാൽവേഷൻ ആർമിയിലൊക്കെ ഉള്ളൂ. എന്നാൽ അന്ന് ആ തുടക്കത്തില് അതിന്റെ ഫൗണ്ടറായിട്ടുള്ള വില്യം ബൂത്ത് തന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ദർശനം, ഒരു സ്വപ്നം പോലെ താൻ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ജീവമൊഴികളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാ. എന്താ സ്വർഗത്തിൽ താനെ എത്തിയതായിട്ട് പെട്ടെന്ന് ഒരു ദിവസം രാത്രിയിൽ സ്വപ്നം കാണും. സ്വർഗത്തിൽ എത്തുമ്പോൾ കർത്താവിനെയും കാണുന്നു, കർത്താവിന്റെ കൂടെ ഒത്തിരി പേര് അടുത്ത് കർത്താവിനോട് അനുഗമിക്കുന്നു. എന്നാൽ താൻ കർത്താവിനോട് അടുക്കാൻ നോക്കുമ്പോൾ തനിക്കങ്ങ് അത്ര എന്തോ കർത്താവും എനിക്കുമായിട്ട് വലിയൊരു ഗ്യാപ്പ് ഉള്ളതുപോലെ. അപ്പം പുള്ളി ഇങ്ങനെ ആലോചിച്ചു, എനിക്ക് എന്താ കർത്താവിനോട് മറ്റുള്ളവരെ പോലെ അത്രയും അടുത്ത, വേറെ പലരൊക്കെ കർത്താവിനോട് വളരെ അടുത്ത ഇടപഴകി അങ്ങ് പോകുന്നു, എനിക്ക് കർത്താവിനോട് അങ്ങ് അടുക്കാനൊരു ദൂരം മാതിരി. അപ്പം എന്താ എന്താ എനിക്കങ്ങനെ പറ്റാത്തതെന്ന് ചിന്തിക്കുമ്പോൾ അപ്പം പുള്ളിക്ക് മനസ്സിലായി, ഞാൻ ഭൂമിയിലായിരുന്നപ്പോഴും കർത്താവിനെ അകലം വിട്ട് പിൻഗമിക്കുകയായിരുന്നു. പത്രോസ് അകലം വിട്ട് പിൻഗമിച്ചു, കർത്താവിനെ തള്ളി പറഞ്ഞെന്നൊക്കെ നമ്മള് ലൂക്കോസ് 22 വായിക്കുന്നത് പോലെ ഫോളോയിങ് അറ്റ് ഡിസ്റ്റൻസ് ഒരു അകലം വിട്ടായിരുന്നു. കർത്താവിന് പിഞ്ചില്ലെന്നുണ്ടായിരുന്നു, അവസാനം വരെ പിഞ്ചെന്നും ഇവിടെ സ്വർഗത്തിൽ എത്തിയെന്ന ഒരു അകലം വിട്ട് പിഞ്ചില്ലെന്ന ഒരു ഇതായിരുന്നു. അതുകൊണ്ട് കർത്താവിനോട് ഞാൻ ഇനി ഒരിക്കൽ കൂടെ ഒന്ന് ജീവിക്കാനൊരു ഭൂമിയിലെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ കർത്താവ്, എനിക്ക് ഏറ്റവും ചേർന്ന് വസിക്കണം, അതിനായിട്ട് എനിക്കിനി അവസരം ഇല്ലല്ലോ എന്ന് താൻ നെടുവേർപ്പെട്ടപ്പോഴത്തേക്കും സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. അത് സ്വപ്നമായിരുന്നു, അയ്യോ എനിക്കിനി ജീവിതമുണ്ട്, അപ്പൊ അതുകൊണ്ട് എനിക്കിനി കർത്താവിനായിട്ട് ഹോൾ ഹാർട്ടഡ് ആയിട്ട് എനിക്ക് പൂർണ്ണതയോടെ ജീവിക്കണമെന്ന് താൻ സമർപ്പിച്ച്, അങ്ങനെ അതുവരെ ഒരു പൊത്തുപൊരുത്തൻ വിശ്വാസിയായിരുന്നു വില്യം ബൂത്ത്. വളരെ തീക്ഷ്ണതയോടെ, വളരെ ഒരു ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു ഫയറി ബിലീവറായിട്ട് ആയി തീർന്നതായിട്ട് നമ്മളവിടെ ഇങ്ങനെ ചരിത്രത്തിലെ വില്യം ബൂത്തിന്റെ ആ ഒരു ജീവചരിത്രത്തിലെ ആ കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞതുപോലെ കർത്താവിനോടുള്ള അടുപ്പമാണ് അന്നത്തെ ഒരു റിവാർഡ്. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ പോകുന്നു എന്ന് നമ്മൾ വായിക്കുമ്പോൾ, എവിടെ നമ്മൾ വെളിപാട് പുസ്തകം 14 അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത്. വെളിപാട് പുസ്തകം 14 അധ്യായത്തില് അവിടെ 144,000 പേരുടെ കാര്യം പറയുമ്പോൾ, ദേ ഫോളോ ദ ലാം വെയറെവർ ഹി ഗോസ്. കർത്താവ് പോകുന്നിടത്തൊക്കെയും കർത്താവിനെ അനുഗമിക്കുന്നവര്. അതാ കുഞ്ഞാട് അതിന്റെ 4-ാമത്തെ വാക്യം, വെളിപാട് 14-ന്റെ 4-ാമത്തെ വാക്യം എന്താ? കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിച്ചു എന്നല്ല, അനുഗമിക്കുന്നു എന്ന് പറയുമ്പോൾ അവര് ഭൂമിയിൽ അനുഗമിച്ചു. അതുകൊണ്ട് സ്വർഗത്തിലും നിത്യതയിൽ ചെല്ലുമ്പോഴും സ്വർഗത്തിലായിരിക്കുമ്പോഴും കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും, കുഞ്ഞാട് പോയിടത്തൊക്കെയും അനുഗമിച്ചു എന്ന് പാസ്റ്റ് ടെൻസിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ദീസ് ആർ ദ വൺ ഹു ഫോളോ ദ ലാം വെയറെവർ ഹി ഗോസ്, പ്രസന്റ് ടെൻസില്. അപ്പൊ നിത്യതയിലും അവര് ഭൂമിയിൽ അവരെ അനുഗമിച്ചത് കൊണ്ട് നിത്യതയിൽ ചെല്ലുമ്പോഴും കർത്താവിനോട് ഏറ്റവും കൂടുതൽ കർത്താവ് പോകുന്നിടത്തൊക്കെയും പോകാനുള്ള അനുവാദം ആർക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 144,000 പേർക്ക്. അവരായിരുന്നു കർത്താവിനോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള. 144,000 എന്ന് പറഞ്ഞ ഒരു അലങ്കാരികമായിട്ടൊരു സംഖ്യയാണ്. കൃത്യമായിട്ടുള്ള ഒരു 44,000 ആയിരിക്കണം എന്നില്ല. വെളിപാട് പുസ്തകത്തിൽ മൊത്തവും അലങ്കാരികമായുള്ള സംഖ്യകളാണല്ലോ നമ്മൾ വായിക്കുന്നത്. എന്താ നമുക്ക് എന്ന ഒരു കൗണ്ടബിൾ നമ്പർ മാത്രമേ ആ ഒരു കാന്തയായിട്ടായിത്തീരുന്നുള്ളൂ എണ്ണാൻ പറ്റുന്നൊരു സംഖ്യ. എന്നാൽ പറ്റാത്തൊരു സംഖ്യയാണ് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. നമ്മളത് വെളിപാട് 7:9 നമ്മൾ വായിക്കുന്നുണ്ട്. കൗണ്ട്ലെസ് മൾട്ടിറ്റ്യൂഡ്. അതിനകത്ത് ഈവൻ പ്രായമാകുന്നതിന് മുമ്പ് മരിച്ചുപോയ കുഞ്ഞുങ്ങളും അബോർട്ടഡ് ആയിട്ടുള്ള ഭ്രൂണങ്ങളും അങ്ങനെയുള്ള ബുദ്ധിമാന്യമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളും അങ്ങനെയുള്ള ഒത്തിരി എല്ലാ ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഒക്കെ ഉള്ള ആൾക്കാരെല്ലാം അവിടെ കാണും. രക്ഷിക്കപ്പെട്ടവരും എല്ലാം കാണും. എന്നാൽ ജയാളികളായിട്ടുള്ളവര് ആ 144,000 പേര് അവര് കർത്താവ് പോകുന്നിടത്തൊക്കെയും അവരെ അനുഗമിക്കുന്നവർ. അതാണ് ക്രിസ്തുവിനോടുള്ള അടുപ്പം. ദൈവത്തോടും ക്രിസ്തുവിനോടും നിത്യത മുഴുവൻ കൂടുതൽ അടുപ്പവും കൂട്ടായ്മയും. അതായിരിക്കും നൽകപ്പെടുന്ന ഏറ്റവും വലിയ പ്രതിഫലം. ദൈവത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ബഹുമതി, അവകാശം ഇതാണെന്ന് അന്ന് നാം കണ്ടെത്തും. സാത്താൻ ബന്ധിക്കപ്പെടുകയും യെരൂശലേമിൽ നിന്ന് യേശു ഭൂമിയെ ഭരിക്കുകയും ചെയ്യുന്നതിനാൽ 1000 വർഷം ലോകത്തെങ്ങും സമാധാനം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ പോലെ സഹസ്രാബ്ദ വാഴ്ചക്കാലത്തും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. നമ്മള് യെശയ്യാവ് 65-ന്റെ 20-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ, യെശയ്യാവിന്റെ പുസ്തകം 65-ാം അധ്യായം. യെശയ്യാവിന്റെ പുസ്തകം എത്ര അധ്യായമുള്ളേ? 66 അധ്യായമുണ്ട്. അതിന്റെ 65-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തില് എന്ന് നമ്മൾ വായിക്കുന്നേ, കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ഈ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് പറയുക. കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് നമുക്കറിയാം, അവര് ചെറിയ പ്രായത്തിലൊക്കെ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു. ചെറു കുഞ്ഞുങ്ങൾക്ക് തന്നെ ക്യാൻസർ, പല അപകട മരണങ്ങളും കൊലപാതകങ്ങളും എന്തെല്ലാം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ. എന്നാൽ ഈവൻ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങള്, കൊലപ്പെടുത്തുന്ന കുഞ്ഞുങ്ങൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ നമ്മള്
കാണുന്നുണ്ട്. അപ്പൊ കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികഞ്ഞ വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി അത് നമ്മൾ വായിക്കുന്നത് വെച്ചാൽ അങ്ങനെ ആയുസം തികയാതൊന്നും ആരും മരിക്കത്തില്ല. എന്നാൽ മരണം ഉണ്ടാവും, എന്നാൽ ആയുസ് തികയാതുള്ള മരണം ഉണ്ടാവത്തില്ല. കുഞ്ഞുങ്ങൾ ജനിക്കും, ആയുസ് തികയാതുള്ള മരണം ഉണ്ടാവത്തില്ല. ആയുസ് എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ 90 100 അല്ല, മറിച്ച് അത് നോഹയുടെ ഒക്കെ കാലത്തിന് ആദം മുതൽ നോഹയുടെ കാലം വരെ അനുസ്മരിക്കുന്ന വിധത്തില് അതുപോലെയുള്ള 900-ലധികം വർഷങ്ങളൊക്കെ ആദാമും മെതുസലയൊക്കെ, മെതുസല ഏറ്റവും കൂടുതൽ 969 വർഷം ജീവിച്ചത്, മെതുസല ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചതായിട്ടൊക്കെ അത് ദൈവത്തിന്റെ ദീർഘക്ഷമയെ സൂചിപ്പിക്കുന്ന കാര്യമെന്നൊക്കെയുള്ള കാര്യമൊക്കെ നമ്മൾ 35-ാം അധ്യായത്തിൽ എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എന്താ, ഇവിടെ യെശയ്യാവ് 64:20 ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും, പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരും. അപ്പൊ അന്നും എന്താ മാനസാന്തരപ്പെടാത്ത ആൾക്കാരുണ്ട്, അന്നും പാപിയുണ്ട്. അപ്പം പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും അവന് ശപിക്കപ്പെട്ടവൻ എന്നേ വരും എന്നുള്ള എന്നാ അവിടെ എഴുതിയിരിക്കുന്നേ. എന്നാ അതിന്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദ വൺ ഹു ഡസ് നോട്ട് റീച്ച് ദ ഏജ് ഓഫ് 100, 100 വയസ്സ് തികയാത്ത പാപി അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് വിലയിരുത്തപ്പെടും, വിൽ ബി തോട്ട് അക്കേഴ്സ്ഡ് എന്നാ NASB എഴുതിയിരിക്കുന്നത്. അപ്പം അപ്പൊ ഈ ഹു ഡസ് നോട്ട് റീച്ച് ദ ഏജ് ഓഫ് 100 എന്നാ NASB ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ആ ഒരു ഹീബ്രു പദമൊക്കെ ഞാൻ എടുത്ത് നോക്കി. ഹീബ്രു പദത്തില് ഹട്ട എന്ന് പറഞ്ഞൊരു പദം ഉപയോഗിച്ചിരിക്കുന്നത് ടു സിൻ, മിസ് ദ വേ, ഗോ റോങ്, ടു മിസ് ദ മാർക്ക് എന്നൊക്കെയാണ്. അപ്പോ ഹു ഡസ് നോട്ട് റീച്ച് ദ ഏജ് ഓഫ് 100 എന്നുള്ള രീതിയിലും ആ എബ്രായ പദം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. സിന്നർ ബീങ് 100 years ഓൾഡ്, പാപി 100 വയസ്സുള്ള പാപി ശപിക്കപ്പെട്ടവൻ എന്നേ വരുന്നു. 100 വയസ്സ് എത്താത്ത പാപി എന്നുള്ള രീതിയിലും ആ ഒരു വാക്ക് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. നമ്മള് യെശയ്യാവ് 65:20 ഇപ്പൊ നമ്മൾ വായിച്ച കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടി ആയുസ് തികയാത്ത വൃദ്ധന് അവിടെ ഉണ്ടാകില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും, പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരും. അല്ലെങ്കിൽ മലയാളത്തിൽ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് 100 വയസ്സുള്ളവനായിരുന്നാലും NASBയില് ആ ഒരു എബ്രായ പദത്തിന്റെ ആ ഒരു ട്രാൻസ്ലേഷന്റെ അതിന്റെ ഷെയ്ഡ്സ് ഓഫ് മീനിങ്ങിൽ അവർ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള തെറ്റെന്ന് പറയാം. അത് ഒരു അങ്ങനെയും ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദമാണ്. അതായത് എന്താ, 100 വയസ്സെത്താത്ത, ടു മിസ് ദ മാർക്ക്, ആ 100 വയസ്സെത്താത്ത ഹട്ട എന്ന് പറഞ്ഞൊരു പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം 100 വയസ്സെത്താത്ത ബാലനും 100 വയസ്സെത്താത്ത ഒരാൾ മരിക്കുവാണെങ്കിലും അത് പാപിയാണെന്നേ വരൂ. ദ വൺ ഹു ഡസ് നോട്ട് റീച്ച് ദ ഏജ് ഓഫ് 100 വിൽ ബി തോട്ട് അക്കേഴ്സ്ഡ്. 100 വയസ്സെത്താതെ ഒരാൾ മരിക്കുമ്പോൾ അത് ശപിക്കപ്പെട്ടവനായിട്ട് കരുതപ്പെടും എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. ഇന്ന് ശൈശവത്തിൽ മരിക്കുന്ന ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. എന്നാൽ സഹസ്രാബ്ദ വാഴ്ചയിൽ അങ്ങനെ ആയിരിക്കത്തില്ല. രോഗമില്ലാത്ത പാപം ഭാഗികമായി മാറി, ശാപം ഭാഗികമായി മാറി, രോഗം ഇല്ല എന്ന്. അത് പിന്നെ ഡോക്ടർമാർക്കൊന്നും ഡോക്ടർ പണി എടുക്കേണ്ടി വരത്തില്ല. അപ്പൊ പിന്നെ ദൈവം നമുക്ക് ഭരിക്കാനും പുരോഹിതനായിട്ട് വാഴാനും ഒക്കെയുള്ള പണിയാ തരുന്നത്. അപ്പൊ അല്ലാതെ നമുക്ക് ഡോക്ടർ പണിയോ നഴ്സിന്റെ പണിയോ ഒന്നുമില്ല, രോഗമൊന്നുമില്ല. ശാപം ഭാഗികമായിട്ട് മാറി, ശാപം പൂർണ്ണമായിട്ട് മാറിയില്ല എന്ന് വെച്ചാൽ മരണമുണ്ട്, എന്നാൽ ഭാഗികമായിട്ട് മാറി. ആ നാളില് 100 കണക്കിന് വർഷങ്ങൾ ജീവിച്ചിരിക്കും. മരണം അപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ശാപം പൂർണ്ണമായും മാറ്റപ്പെട്ടിട്ടില്ല എന്ന് അനുമാനിക്കാം. അന്ന് യുവജനങ്ങളുടെ സമ്മേളനത്തിൽ നമ്മള് അന്ത്യഭോജന പുസ്തകത്തിൽ അത് ഒരു ഹ്യൂമറസ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ നമ്മൾ വായിച്ചു. അന്ന് യൂത്ത് ക്യാമ്പ് നടത്തുമ്പോൾ എല്ലാവരുടെയും വയസ്സ് നോക്കുമ്പോൾ എത്ര 90-100 വയസ്സുള്ളവരൊക്കെ യൂത്ത് ക്യാമ്പിലുള്ളത്. അതാ നമ്മള് ബാലൻ, അതാ നമ്മളിവിടെ വായിക്കുന്നത്, യൂത്ത് വിൽ ഡൈ അറ്റ് ദ ഏജ് ഓഫ് 100. അപ്പൊ 100 വയസ്സ് അയാൾ മരിക്കുമ്പോൾ അയാൾ എപ്പോഴും ബാലനാണ്. അപ്പൊ 900-ലേറെ വയസ്സ് വരെയൊക്കെ ആൾക്കാർ, ആദാം മുതൽ നോഹയുടെ കാലം വരെ 900-ലേറെ വർഷങ്ങളൊക്കെ ആൾക്കാർ ജീവിച്ചെന്ന് പറഞ്ഞതുപോലെ നോഹയുടെ കാലത്തിന് ശേഷമാണ് ആ ഒരു ആയുസ്, ദൈവം മനുഷ്യന്റെ ആയുസ് അങ്ങ് 80-90 ആ ഒരു ലെവലിലേക്കൊക്കെ ആക്കിയിരിക്കണം എന്നുള്ള കാര്യം നമ്മളിവിടെ കാണുന്നത്. അപ്പം ഇപ്പൊ യൂത്ത് ക്യാമ്പ് നടത്തുമ്പോൾ 90-100 വയസ്സുള്ള ആൾക്കാരൊക്കെ യൂത്ത് ക്യാമ്പിൽ പങ്കെടുക്കാൻ ചെല്ലുന്നത്. ആളുകൾ 900 വർഷം വരെയൊക്കെ ജീവിച്ചിരിക്കുന്ന അതുപോലെ ആയിരിക്കും. പിന്നെ സെഖര്യാവ് 8-ാം അധ്യായത്തിലെ 4-5 വാക്യങ്ങളൂടെ അതിന്റെ ഈ സഹസ്രാബ്ദ വാഴ്ചയെ കുറിക്കുന്ന ആ വാക്യങ്ങളൂടെ നമുക്ക് വായിക്കാം. സെഖര്യാവിന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മലാഖി പുസ്തകത്തിന്റെ തൊട്ട് മുമ്പ് സെഖര്യാവ് 8-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ. അവിടെ എന്താ നമ്മൾ വായിക്കുന്നേ?
സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനിയും യെരൂശലേമിന്റെ വീഥികളിൽ വൃദ്ധന്മാരും ഇരിക്കും. വാർദ്ധക്യ നിമിത്തം ഓരോരുത്തൻ കയ്യിൽ വടി പിടിക്കും. നഗരത്തിന്റെ വീഥികൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ട് നിറഞ്ഞിരിക്കും. അവർ അതിന് വീഥികളിൽ കളിച്ചുകൊണ്ടിരിക്കും. സഹസ്രാബ്ദ വായിച്ചതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും അവര് ഇങ്ങനെ ഫാസ്റ്റിംഗ് പ്രെയർ നടത്തുമെന്ന് വായിക്കുന്നില്ല, അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ട് അന്നും ഗെയിംസും സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഒക്കെ ഉണ്ടായിരിക്കും. അത് നമ്മള് സെഖര്യാവ് 8-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ അന്നും നോഹയുടെ അതുപോലെ വൃദ്ധന്മാരും ഒക്കെ അവരെ വീതിയില് ഇരിക്കുന്നു, നഗരത്തിന്റെ വീതിയില് അവരൊക്കെ വടിപിടിച്ചിരിക്കുന്നു. ഓരോരുത്തരും അതിന്റെ കയ്യിൽ വടിപിടിക്കുന്നു. അപ്പം വൃദ്ധന്മാർ അവര് അത്രയും വയസ്സ് വരെ ജീവിക്കും, രോഗങ്ങളൊന്നും ഇല്ല എന്ന് നഗരത്തിന്റെ വീഥികളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അതോടൊപ്പം നഗരത്തിന്റെ വീഥികളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ ആ സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ചുള്ള ചില പ്രവചനങ്ങൾ നമ്മൾ യെശയ്യാവിന്റെ പുസ്തകം 65:20 നിന്നും സെഖര്യാവ് 8-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചപ്പോൾ. പക്ഷെ അന്നും ഭൂമിയിൽ മാനസാന്തരപ്പെടാത്ത പാപികൾ ഉണ്ടായിരിക്കും. നമ്മളിപ്പം യെശയ്യാവ് 65:20 ഇപ്പൊ നമ്മൾ വായിച്ചു നിർത്തിയതുപോലെ അവര് ശപിക്കപ്പെട്ടവരായിട്ട് അവര് ഇത്രയൊക്കെ കർത്താവിന്റെ ഇത്രയും നല്ല ഭരണം കാണുന്നവരാണ് എങ്കിൽ പോലും അവര് മാനസാന്തരപ്പെടാതെ അവര് ബാലന് 100 വയസ്സ് തികയാതെ മരിക്കുമ്പോൾ അവന് ശപിക്കപ്പെട്ടവനായിട്ട് കരുതപ്പെടും എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം ആ സഹസ്രാബ്ദ വാഴ്ചയുടെയൊക്കെ ആ ഒരു ലൈവായിട്ടുള്ള ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് വരുമ്പോൾ വിശ്വാസികളായിട്ടുള്ള നാം കർത്താവിനോടുകൂടി വാഴാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഇന്ന് അന്ന് ഭൂമുഖത്തുണ്ടായിരിക്കുന്ന അവിശ്വാസികളൊക്കെ അവരും കർത്താവിന്റെ ആ വാഴ്ചയിൽ അവരും അതുപോലെ ജീവിക്കുന്നു, കുഞ്ഞുങ്ങൾ ജനിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നു. എത്രയല്ല നമുക്കത് നമ്മളുടെ ബുദ്ധിയിൽ നമുക്ക് ഇതൊക്കെ എന്തോ കെട്ടുകഥ മാതിരി എന്തോ ഒരു കഥ മാതിരിയൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് തോന്നാം. എന്നാൽ കർത്താവിന്റെ വചനം ആകാശവും ഭൂമിയും മാറിയാലും ഈ വചനത്തിൽ വള്ളിയും പുള്ളിയും ഒന്നും മാറത്തില്ല. കർത്താവിന്റെ വചനം അതുപോലെ തന്നെ സംഭവിക്കും. നമുക്ക് ആ ഒരു വിശ്വാസത്തോടെ അത് കഴിഞ്ഞിട്ട് പിന്നെ യെശയ്യാവിന്റെ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ദിവസയച്ച് അതിന്റെ കറസ്പോണ്ടിങ് പോർഷൻ അതിമോചന പുസ്തകത്തിൽ നിന്നും നമുക്ക് അടുത്ത ആഴ്ച നമുക്കത് വായിക്കുകയും പിന്നെ അതിന്റെ ആ ഓരോ വരികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വീണ്ടും ആഴത്തില് ചിന്തിക്കുകയൊക്കെ ചെയ്യാമല്ലോ. നമുക്ക് കർത്താവിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മള് ആദ്യം പരിശുദ്ധാത്മാവിന്റെ ലീഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അഗ്നിസ്തംഭവും മേഘത്തൂണും പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മൂവ് ചെയ്യാൻ തക്കവണ്ണം, അത് വചനം ധ്യാനിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും റോമർ 8:6 നമ്മൾ വായിക്കുന്നത് പോലെ ദൈവം നമ്മളെ ഗൈഡ് ചെയ്യുന്നത് പോലെ ജീവനും സമാധാനവും നമുക്ക് മുമ്പോട്ട് നടത്തുന്നത് പോലെ ഓരോ കാര്യത്തിലും മുമ്പോട്ട് നീങ്ങുവാനും അങ്ങനെ കർത്താവിന്റെ ആഴങ്ങളിലേക്ക് എത്തിച്ചെല്ലുവാനും ഒക്കെ ദൈവം നമ്മളെ സഹായിക്കണം. പിന്നെ പുനരുദ്ധാന ശരീരത്തിന്റെ തേജസ് നമ്മൾ എത്രമാത്രം ഇന്ന് വിശ്വസ്തരായിരിക്കുന്നു അതിനനുസരിച്ച് അതിന്റെ ഒരു ആനുപാതികമായിട്ടുള്ളൊരു തേജസ് ആയിരിക്കും അന്ന് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് നമ്മൾ കർത്താവിനായിട്ട് നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിച്ചിട്ടുണ്ടോ? ശരിയാണ്, നമുക്ക് വീഴ്ചകളും താഴ്ചകളും കുറവുകളൊക്കെ കാണുന്ന അതെല്ലാം നമ്മൾ മാനസാന്തരപ്പെട്ട് അറിയായ്മയുടെ കാര്യങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെട്ട് കർത്താവിന് മുമ്പിലേക്ക് വരുവാണെങ്കിൽ കർത്താവ് നമുക്ക് എല്ലാം മടക്കി തരും. വെട്ടുകിളിയും തുള്ളനും എല്ലാം നോയിങ് ലോക്കസ്റ്റും സ്ട്രിപ്പിംഗ് ലോക്കസ്റ്റും എല്ലാം തിന്ന് കളഞ്ഞ ആ സംവത്സരങ്ങളൊക്കെ കർത്താവ് നമുക്ക് മടക്കി തരും എന്ന് പറയുമ്പോൾ നമുക്ക് അതുപോലുള്ള അവസരങ്ങളെ പാപത്തെ ജയിക്കാന് കർത്താവിനെ പോലെ ജീവിപ്പാന് ഉള്ള ഒരു സമയങ്ങൾ ദൈവം നമുക്ക് തരും. അതിനായിട്ട് അങ്ങനെ വിശ്വസ്തരായിട്ട് കർത്താവിനോട് ചേർന്ന് രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ട് ഇന്നേ നമ്മൾ വാഴുമ്പോൾ അന്നും നമ്മൾ തേജസ്സില് വെളിപ്പെട്ട് കർത്താവിനോടുകൂടി വാഴുന്നവരായിരിക്കും. കർത്താവ് പോകുന്നിടത്തൊക്കെയും പോകാൻ സാധിക്കുന്ന ആ ഒരു കർത്താവിനോടുള്ള ഒരു അടുപ്പമുള്ളവരായിട്ട് നിത്യതയിൽ ഏറ്റവും മാക്സിമം റിവാർഡ് വാങ്ങിക്കുന്നവരായിട്ടായി തീരുവാനും എങ്ങനെയെങ്കിലും കഷ്ടിച്ച് പാസ്സായിട്ട് അങ്ങ് എത്തണം എന്നുള്ളൊരു മിനിമം അജണ്ടയെല്ലാം മറിച്ച് കർത്താവി അവിടുത്തെ ആ ക്രൂശ് മരണത്തിന്റെ ഒരു പൂർണ്ണ പ്രതിഫലമായിട്ട് എന്റെ ജീവിതമായി തീരണം എന്നുള്ളൊരു സമർപ്പണത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ സ്നേഹം നിറഞ്ഞ പിതാവേ, ഞങ്ങളെ അതിനായിട്ട് സഹായിച്ചാട്ടെ. അവിടുത്തെ ആത്മാവിൽ നിറയ്ക്കണം കർത്താവേ. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തുന്നു. അവിടുന്ന് അവസാനത്തോടെ രക്തവും ചൊരിഞ്ഞ് കർത്താവേ അവര് രക്തരഹിതമായ പുനരുദ്ധാന ശരീരമായിട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടല്ലോ. രക്തം ഞങ്ങൾക്കായിട്ട് ചൊരിഞ്ഞതാണല്ലോ കർത്താവ്. ഇന്ന് ഞങ്ങളുടെ സ്വയജീവന രക്തം ഒരു സമയത്തും ഒരു കർത്താവേ ജീവിതത്തിന്റെ ചെറുതും വലുതുമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ആ സ്വയജീവന രക്തം ഓരോ സമയത്തും ചൊരിയുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ കർത്താവേ നിത്യജീവന്റെ ആ വലിയ സമൃദ്ധി അനുഭവിക്കുവാനും
അവിടുത്തെ തേജസ്സില് ഒരു നാളിൽ വെളിപ്പെടുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണേ. തേജസ്സിന്റെ നിത്യഘനം ഞങ്ങളെ നിറച്ചുകൊണ്ടേയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലഘുവായിട്ടുള്ള നൊടിനേരത്തേക്കുള്ള കഷ്ടമൊക്കെ സഹിക്കുവാനുള്ള ഒരു കർത്താവെ, അതിനായി ആ കഷ്ടം സഹിക്കുന്നത് ഒരു ആയുധമാക്കി ധരിച്ചുകൊണ്ട്, പത്രോസ് പറയുന്നത് പോലെ ആയുധമാക്കി ധരിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ആ തേജസ്സിന്റെ നിത്യഘനം പ്രാപിക്കുന്നവരായിട്ടായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരും സഹായിച്ചാട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയൊക്കെ എസ്പെഷ്യലി കർത്താവെ പ്രത്യേകിച്ചും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിലും അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തി അതിന്റെ പ്രാർത്ഥന കേട്ടതിനോത്ത് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിന് വിലയേറിയ മാത്രമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.